സമീപകാലത്ത് ചില ഓൺലൈൻ പരിപാടികളിൽ യൂട്യൂബ് ചാനലുകളിലൊക്കെ കേൾക്കാനിടയായിട്ടുള്ള ഒരുപാട് പരാമർശങ്ങളുണ്ട്. അത് CM വലിയുല്ലാഹിയുടെ ജനാസ കുളിപ്പിച്ചത് ഞങ്ങൾ ഒരു കൂട്ടരാണ്, അല്ലെങ്കിൽ CM വലിയുല്ലാഹിയെ ഖബറടക്കുന്നതിൽ നേതൃത്വം നൽകിയത് ഞങ്ങൾ ഒരു കൂട്ടർ മാത്രമാണ്. CM വലിയുല്ലാഹി ദീൻ നടത്താൻ ആജ്ഞാപിച്ചിട്ടുള്ളത് ഞങ്ങളുടെ ഒരു പ്രത്യേക പണ്ഡിതനോടാണ്. CM വലിയുല്ലാഹിയുടെ മക്കാം ഷരീഫ് മയ്യത്ത് കുളിപ്പിച്ചവരാരും ആ കമ്മിറ്റിയിലില്ല. അതിൻ്റെ നാദിര്യങ്ങളായിട്ടുള്ള ആളുകൾ മുഴുവനും രാഷ്ട്രീയക്കാരാണ് എന്ന് തുടങ്ങി ഈ കമ്മിറ്റിയെ പൊതുജനങ്ങളുടെ മുന്നിൽ താറടിക്കുകയും CM വലിയുല്ലാഹി എന്ന ഒരു മഹാൻ അന്ത്യവിശ്രമം കൊള്ളുകയും ചെയ്യുന്ന ഒരു കേന്ദ്രത്തെ ജനങ്ങളുടെ മുന്നിൽ നീചമായി അവതരിപ്പിക്കുന്ന രീതിയിലുള്ള ചില പ്രചരണങ്ങൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് അത്തരത്തിലുള്ള ചില പരാമർശങ്ങളിലേക്ക് ഞങ്ങൾ കടന്നു. മഹാനായ CM വലിയുല്ലാഹിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വഫാത്തുണ്ടായപ്പോൾ നമ്മൾക്കൊക്കെ അറിയാം, കോഴിക്കോട് ഒരു വീട്ടിലാണ് ബഹുമാനപ്പെട്ടവർ അതുവരെ വിശ്രമിച്ചിരുന്നത്. അവിടെ വെച്ച് രോഗം മൂർജിക്കുകയും വഫാത്തുണ്ടാവുകയും ചെയ്തപ്പോൾ ഒരു വലിയൻ്റെ നിര്യാണ വാർത്ത കേട്ടപ്പോൾ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും പണ്ഡിതന്മാരും നേതാക്കളും ഉമറാക്കളും ഉലമാക്കളും ഉൾപ്പെടുന്ന ഒരു വലിയ ജനാവലി ആ മുറ്റത്ത് തടിച്ചുകൂടി. അതിലൊരു പ്രത്യേക വിഭാഗമെന്നില്ല, CM വലിയുല്ലാഹിയുടെ മുഹിബ്ബുകളായ നാടിൻ്റെ നാനാഭാഗത്തു നിന്നും അതിൽ വ്യത്യസ്ത പണ്ഡിതന്മാരുണ്ട്, വ്യത്യസ്ത നേതാക്കളുണ്ട്. അവരൊക്കെ ആ മുറ്റത്ത്. അതോടൊപ്പം CM വലിയുല്ലാഹിയുടെ സ്വന്തക്കാരായ കുടുംബാംഗങ്ങൾ, അവിടുത്തെ ജ്യേഷ്ഠനും ജ്യേഷ്ഠൻ്റെ മകനും സഹോദരന്മാരുമൊക്കെ ആ വീട്ടുമുറ്റത്തെത്തുകയും അവരൊക്കെ ആ ബഹുമാനപ്പെട്ടവരുടെ അന്ത്യകർമ്മങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തവരാണ്. അതൊരു പ്രത്യേക ആളുകൾക്ക് തീരെഴുതി കൊടുത്തൊരു സംഭവമല്ല. അവിടെ ആ വീട്ടിൽ അന്ന് വീടിൻ്റെ മുറ്റത്ത് ആളുകൾ തടിച്ചുകൂടിയപ്പോൾ നമുക്കറിയാം, ഒരു സാധാരണ ഒരു ചെറിയ വീട്ടിലേക്ക് 2 നിലയുള്ള ഒരു വീട്ടിലേക്ക് കയറാവുന്ന ആളുകൾക്കൊരു പരിധിയുണ്ട്. ആ പരിധി വെച്ചുകൊണ്ട് വളരെ കുറഞ്ഞ ആളുകൾക്ക് മാത്രമേ ഉള്ളിലേക്ക് പോകാൻ സാധിച്ചിട്ടുള്ളൂ. പക്ഷേ ആ ഉള്ളിലേക്ക് കയറിയവരിൽ ഞാൻ പറഞ്ഞ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രഗത്ഭരായ പണ്ഡിതന്മാരകത്ത് കയറിയിട്ടുണ്ട്. വിനീതനായ ഞാൻ പോലും ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ അവർകൾ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ അഭിവന്ദ്യനായ എൻ്റെ പിതാവും ഞാനും ബഹുമാനപ്പെട്ടവരുടെ കൂടെ ആ വീട്ടിൽ കയറിയിട്ടുള്ളൊരു വ്യക്തിയാണ്. അതുകൊണ്ട് അവിടെ ഒരു വ്യക്തിയോ 2 വ്യക്തിയോ അല്ല, അവിടെ പരമാവധി കയറാവുന്ന ആളുകളൊക്കെ കയറി. പക്ഷേ ജനാസ കുളിപ്പിക്കുക എന്നുള്ള ഒരു പ്രോസസ്സിൽ എല്ലാവർക്കും പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ അതിൽ ഇപ്പറഞ്ഞിട്ടുള്ള ചില പണ്ഡിതന്മാർ അവിടെ നോക്കി നിന്നിട്ടുണ്ട്. ആ പ്രോസസ്സ് ചെയ്തിട്ടുള്ളത് കുറഞ്ഞ ആളുകൾ. സാധാരണ ഒരു മയ്യത്ത് കുളിപ്പിക്കാൻ എത്ര ആളുകൾക്ക് നിൽക്കാൻ സാധിക്കും? അത് മാത്രമേ യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് മയ്യത്ത് കുളിപ്പിച്ചത് ഒരു പ്രത്യേക വിഭാഗമാണെന്നോ ഒരു പ്രത്യേക നേതാവിൻ്റെ നേതൃത്വത്തിലാണെന്നോ പറയാൻ സാധിക്കില്ല. അതിൽ പലരും പങ്കെടുത്തിട്ടുണ്ട്, അവിടെ പങ്കെടുക്കാവുന്ന ആളുകൾ. പിന്നീട് അതിൻ്റെ അനന്തരകർമ്മങ്ങളൊക്കെ തന്നെ ജനാസ നമസ്കാരം നടന്നിട്ടുണ്ട്, ജനാസ മടവൂരിലേക്ക് കൊണ്ടുവരൽ നടന്നിട്ടുണ്ട്. അതേപോലെ ഒരുപാട് ആളുകൾ ആ വീട്ടിൽ ചെന്ന് മയ്യത്ത്, എനിക്ക് തോന്നുന്നു വളരെ കർശനമായൊരു രീതിയിൽ ആ മയ്യത്ത് എങ്ങോട്ട് പോകണം എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടായപ്പോൾ ശംസുൽ ഉലമ ഒരൊറ്റ ചോദ്യമാണ്, മമ്മൂട്ടി മൂപ്പൻ എവിടെ? അവിടെ ആർജവമുള്ള ആ ശബ്ദത്തിനുള്ളിൽ വളരെ താഴ്മയോടുകൂടി മമ്മൂട്ടി മൂപ്പൻ വന്ന് പറഞ്ഞു, ഞാനിവിടെ ഉണ്ട് ഉസ്താദേ. എന്നാൽ മയ്യത്ത് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് തീരുമാനിച്ചിട്ടില്ല എന്ന് ഉത്തരം കിട്ടി. ഉടനെ ശംസുൽ ഉലമയുടെ ഒരാജ്ഞയാണ് ഞങ്ങളെല്ലാം കേൾക്കെ, ഇവരൊക്കെ മടവൂരുകാരാണ്, അതുകൊണ്ട് മയ്യത്ത് മടവൂരിലേക്ക് പോകട്ടെ എന്ന് ബഹുമാനപ്പെട്ടവരാജ്ഞ. ഞങ്ങളൊക്കെ പിന്നിൽ നിൽക്കുന്നുണ്ട്. ശംസുൽ ഉലമ ആ വടിയും കുത്തി ആ നിൽപ്പ്, അവിടെ ഇരുന്നിട്ടില്ല, നേരെ പോയി കണ്ടു. അവരുടെ ആജ്ഞപ്രകാരം. എന്നാൽ അപ്പം മൂപ്പൻ പറഞ്ഞു, ശരി അങ്ങനെ ചെയ്യാം എന്നുള്ള ഉത്തരം അവിടെ ഉണ്ടായി. അപ്പോൾ അവിടെ വന്നു അവരുടെ അനന്തരകർമ്മങ്ങൾ. അതിനുശേഷം ജനാസ മടവൂരിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. മടവൂരിലെ ജനാസ നമ്മുടെ മഹല്ല് ജമാഅത്തിൻ്റെ മദ്രസയായ നുസ്രത്തുൽ ഹുദ മദ്രസയിൽ മണിക്കൂറുകളോളം മയ്യത്ത് കിടത്തിയിട്ടുണ്ട്. അവിടെ നാടിൻ്റെ നാനാഭാഗത്തുമുള്ള സാമൂഹ്യ രാഷ്ട്രീയ മത സംഘടനകളിലെ പ്രമുഖരായ വ്യക്തിത്വങ്ങൾ, ബഹുമാനപ്പെട്ടവരുടെ മുഹിബ്ബുകളൊക്കെ ആ ജനാസ കണ്ടിട്ടുണ്ട്. അപ്പോഴൊന്നും ഒരു അഭിപ്രായ വ്യത്യാസം അവിടെ ഉണ്ടായിട്ടില്ല. ആ അനന്തരകർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങളുണ്ട് നമ്മളെ മുന്നിൽ. അതാരൊക്കെ ചെയ്തു? പ്രത്യേകിച്ച് മടവൂരിലെ CM വലിയുല്ലാഹി നമുക്കറിയാം. ഒരു മയ്യത്ത് കുളിപ്പിച്ച കാര്യം മാത്രമാണോ CM വലിയുല്ലാഹിയെ സംബന്ധിച്ചോട്ടുള്ളത്? അദ്ദേഹം ജനിച്ച് വളർന്ന നാടാണ് മടവൂർ. ആ മടവൂരിൽ അവരെ സംരക്ഷിച്ചവരുണ്ട്. അവർ ചെറുപ്പകാലത്ത് വളർന്നു വന്ന ഒരു ആൾ എന്നുള്ള നിലക്ക്
അവരുടെ പിതാവ് ബഹുമാനപ്പെട്ട CM കുഞ്ഞിമാഹിം കോയ മുസ്ലിയാർ അവർകൾ നമ്പറല്ലാഹു മർക്കദഹു, മഹാനവർകൾ വളരെ CM വലിയുല്ലാഹിയുടെ വളരെ ചെറുപ്പത്തിൽ മരിച്ചുപോയ ആളാണ്. അദ്ദേഹം മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകിയിട്ടുള്ളത് ബഹുമാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനും മക്കാം കമ്മിറ്റിയുടെ അഭിമന്യനായ പ്രഥമ പ്രസിഡന്റുമായിട്ടുള്ള CM മുഹമ്മദ് മുസ്ലിയാർ നമ്പറല്ലാഹു മർക്കദഹു അവർകളാണ്. അവരുടെ ജീവിതകാലത്ത് ഒരു ഉപ്പയേക്കാൾ അധികം, പ്രത്യേകിച്ച് ചെറുപ്പകാലത്ത് ഉപ്പ മരിച്ചു പോയ ഒരാളെന്നുള്ള നിലയിൽ CM വലിയുല്ലാഹിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് ഒരു ഉപ്പയുടെ സ്ഥാനത്ത് അതിനേക്കാൾ അധികം നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ട ജ്യേഷ്ഠൻ CM മുഹമ്മദ് മുസ്ലിയാർ അവർകളായിരുന്നു. അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ മക്കൾ CM കുഞ്ഞിമാഹി മുസ്ലിയാർ പോലെയുള്ളവർ അവരെ ഹിദമത്തെടുത്തുകൊണ്ടും എല്ലാ ദിവസവും അവരെ സന്ദർശിച്ചുകൊണ്ടും നിന്നുള്ളവരാണ്. അതേപോലെ അവരുടെ അമ്മാവൻ CM വലിയുല്ലാഹിയുടെ അമ്മാവൻ അദ്ദേഹത്തിൻ്റെ മകളെ CM വലിയുല്ലാഹിക്ക് വിവാഹം ചെയ്തു കൊടുക്കുക. അതേപോലെ CM വലിയുല്ലാഹിയെ അതേ അമ്മാവൻ CM വലിയുല്ലാഹിയുടെ ഹജ്ജ് യാത്രയിൽ അനുഗമിക്കുകയാണ്. അവിടെ വെച്ചാണ് യഥാർത്ഥത്തിൽ ഹജ്ജിന് പോകുന്ന 1962 CM വലിയുല്ലാഹിയുടെ ഹജ്ജ് യാത്ര. ആ ഹജ്ജ് യാത്രയിൽ അവരെ അനുധാവനം ചെയ്തത് അദ്ദേഹത്തിൻ്റെ അമ്മാവനാണ്. അദ്ദേഹത്തിൻ്റെ അമ്മാവൻ പല അനുഭവങ്ങളും അവിടെ വെച്ചുണ്ടായി. ഒരു വലിയാണ് ഇദ്ദേഹം എന്ന് തോന്നിപ്പോകുന്ന രീതിയിലുള്ള പല പ്രവർത്തനങ്ങളും നിങ്ങൾ പറയും പോലെ ഉള്ളതും ഇല്ലാത്തതുമല്ല. യഥാർത്ഥത്തിൽ അവിടെ നടത്ത ഒരുപാട് സംഭവങ്ങൾ മക്കയിൽ നിന്നും മദീനയിൽ നിന്നുമൊക്കെ ഉണ്ടായ അനുഭവങ്ങളുണ്ട്. ആ അനുഭവങ്ങൾക്കൊക്കെ സാക്ഷിയായത്, അവരെ സംരക്ഷിച്ചു പോകുന്നത്, അവരുടെ ജീവിതത്തിൽ ഒരു വലിയായി തീർന്നതിന് ശേഷം അല്ലെങ്കിൽ ഒരു വലിയൻ്റെ ആദ്യ പടവുകൾ കയറുമ്പോൾ അദ്ദേഹത്തിന് വേണ്ട എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്തിട്ടുള്ളത് ഈ പറഞ്ഞ ജ്യേഷ്ഠൻ മുഹമ്മദ് മുസ്ലിയാരും അദ്ദേഹത്തിൻ്റെ മകൻ CM കുഞ്ഞിമാഹി മുസ്ലിയാരും അദ്ദേഹത്തിൻ്റെ ഇപ്പറഞ്ഞ അമ്മാവനും പിന്നീട് അദ്ദേഹത്തിൻ്റെ സഹോദരൻ എന്ന് പറയാവുന്ന നമ്മുടെ മക്കാം കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന KP മാമു ഹാജി, ഒരു സഹോദരൻ എന്നുള്ളതിലധികം ഉമ്മയുടെ അനിയത്തിയുടെ മകനാണ് അദ്ദേഹം. പക്ഷേ അതിലധികം അവർ തമ്മിൽ ഒരു ആത്മീയ സ്നേഹബന്ധങ്ങളുണ്ടാകും. അപ്പോൾ സാമ്പത്തികമായി കുടുംബത്തിൽ ഉയർന്ന ഒരു വ്യക്തി എന്നുള്ള നിലക്ക് പല കാര്യങ്ങളും അന്വേഷിക്കുകയും, പ്രത്യേകിച്ച് കർണാടകയിൽ ബിസിനസ്സായിരുന്ന അദ്ദേഹം CM വലിയുല്ലാഹി ആ ഭാഗത്ത് പലപ്പോഴും ചുറ്റിക്കറങ്ങുമ്പോൾ പോലും വാഹനങ്ങൾ അയച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവരെ കൂട്ടിക്കൊണ്ടുവരികയും താമസത്തിന് സൗകര്യം ചെയ്തു കൊടുക്കുകയും അങ്ങനെ വെളിപ്പാടകല നിന്നുകൊണ്ട് നോക്കിക്കണ്ട് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ അവരുടെ ഹയാത്ത് കാലത്ത് ചെയ്തിട്ടുള്ള പല വ്യക്തിത്വങ്ങളുമുണ്ട്. എന്തിനൊരു മയ്യത്ത് കുളിപ്പിച്ച കാര്യം നമ്മൾ മാത്രം പറയുന്നു. ഒരു മയ്യത്ത് കുളിപ്പിക്കുന്നതല്ലാതെ അതിനു മുമ്പ് ഒരു വലിയനെ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാം വിലായത്തിൻ്റെ പടവുകൾ കയറിയ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മടവൂരുകാർക്ക് അറിയുന്നത് പോലെ ഒരാൾക്കും അറിയില്ല. ഈ പള്ളിയിൽ വളരെ ചെറുപ്പപ്രായത്തിലുള്ള എനിക്ക് പോലും അറിയാം, ദിവസങ്ങളോളം ഭക്ഷണമില്ലാതെ രാത്രി ഉറക്കമില്ലാതെ ഇവിടെ കിടന്നുകൊണ്ട് ബഹുമാനപ്പെട്ടവർ പ്രായത്തിലായി ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് വേണ്ട ഭക്ഷണവും അവർക്ക് വേണ്ട, അവർ ഉറങ്ങുന്നുണ്ടോ, അവർ വീഴുന്നുണ്ടോ, അവർ വിളക്കിലേക്ക്, കുപ്പി വിളക്കുകളാണ്, ആ കുപ്പി വിളക്കിലേക്ക് അവർ ഉറങ്ങുന്ന സമയത്ത് വീണു പോകുന്നുണ്ടോ എന്ന് പോലും നോക്കി നിന്നിട്ടുള്ള, ഉറക്കമൊഴിച്ചുകൊണ്ട് നിന്നിട്ടുള്ള ആളുകൾ ഇവിടെ ഒന്ന് മൺമറഞ്ഞു പോയിട്ടുണ്ട്, കുടുംബക്കാരുമല്ലാത്തവരും. ബഹുമാനപ്പെട്ടവരുടെ തറവാടായ കളപ്പലാവിൽ തറവാട്ടിലും ചിറ്റടിമേത്തലും അതേപോലെ കുഞ്ഞിമാഹി മുസ്ലിയാരുടെ വീടായ വെളുത്തേടത്തും ഒക്കെയുള്ള ആളുകൾ ബഹുമാനപ്പെട്ടവരെ അനുധാവനം ചെയ്തവരും ജീവിതകാലത്ത് അവരെ നിഴല് പോലെ പിന്തുടർന്നവരുമാണ്. അപ്പം അവരൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ, അവരൊക്കെ ഇന്ന് ജീവിച്ചിരിക്കുന്നവരുണ്ട്, മരിച്ചുപോയവരുണ്ട്. പക്ഷെ അവരൊക്കെ ഉള്ളപ്പം ഒരു മയ്യത്ത് കുളിപ്പിച്ച കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് അതൊക്കെ ഞങ്ങളാണ് CM വലിയുല്ലാഹിയുടെ മയ്യത്ത്. ഈ മയ്യത്ത് കുളിപ്പിക്കുന്നവരെയുള്ള എന്തെല്ലാം കാലഘട്ടം, 63 വർഷക്കാലം അദ്ദേഹം ജീവിച്ചു. അദ്ദേഹം 63 വർഷക്കാലത്തെ ഒരു വലിയൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് ഈ നാട്ടുകാർക്ക് അറിയാൻ വ്യക്തമായിട്ട്. അവരെ ജീവിതത്തിൽ ഉടനീളം അനുധാവനം ചെയ്തുകൊണ്ട് അവരെ സംരക്ഷിച്ചു പോകുന്ന ഒരു സമൂഹം കേൾക്കെയാണ് ഇത്തരത്തിലുള്ള മയ്യത്ത് കുളിപ്പിച്ചത് ഞങ്ങളാണ്. പിന്നെ മയ്യത്ത് കുളിപ്പിച്ച ആരും, വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണം എനിക്ക് കേൾക്കാനിടയായി. അതില്ലേ സഹോദരന്മാർ, ഇത് കേൾക്കുന്ന എൻ്റെ ശ്രോതാക്കളായ സഹോദരന്മാർ ക്ഷമിക്കുക, വേദനയോടുകൂടി അത് പറയുന്നു. CM വലിയുല്ലാഹിയെ മയ്യത്ത് കുളിപ്പിച്ച ആരും മക്കാം കമ്മിറ്റിയിലില്ല. എത്ര വലിയനെ കുളിപ്പിച്ചവർ ഇന്ന് കമ്മിറ്റികൾ നമുക്കറിയാം. കേരളത്തിൽ മാത്രം എടുക്കുക, കേരളത്തിനകത്തും പുറത്തും ഒരുപാട് മക്കാമുകളും മസാറുകളുമുണ്ട്. കേരളത്തിലെ പ്രധാനപ്പെട്ട മക്കാമുകൾ എടുത്താൽ മമ്പുറം മക്കാം എടുക്കാം, കോഴിക്കോട് ഷെയ്ഖിൻ്റെ പള്ളി എടുക്കാം, അതേപോലെ ഒരുപാട്, ഞാൻ പേര് പറയുന്നില്ല, മടവൂരടക്കം ഒരുപാട് മക്കാമുകൾ മസാറുകൾ ഇവിടെ ഉണ്ടല്ലോ. അവിടെയൊക്കെ കിടക്കുന്ന മഹാന്മാരെ മയ്യത്ത് കുളിപ്പിച്ചവരാണോ ഒന്ന് കമ്മിറ്റി നടത്തുന്നത്? അപ്പോൾ അതൊരു കുറവാണോ? മയ്യത്ത് കുളിപ്പിച്ചവരും ഉണ്ടായിട്ടുണ്ട്, മയ്യത്തിൻ്റെ നേതൃത്വം, അതിനെ എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകിയ ആളുകളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും ഒരു പ്രത്യേകമായി എടുത്തുകൊണ്ട് പറയേണ്ട കാര്യമല്ല. അപ്പോൾ
അവരുടെ മക്കാമിലെ CM വലിയുല്ലാഹിയുടെ മക്കാമിൻ്റെ ആളുകൾ അവർ മയ്യത്ത് കുളിപ്പിക്കാത്തവരാണ്. CM വലിയുല്ലാഹിയുടെ മയ്യത്ത് കുളിപ്പിച്ചവർ ഞങ്ങളാണ്. അവിടുത്തെ കമ്മിറ്റിക്കാരൊന്നും മയ്യത്ത് കുളിപ്പിച്ചില്ല. മയ്യത്ത് കുളിപ്പിച്ചവർക്ക് മാത്രമേ ഒരു കമ്മിറ്റിയിൽ വരാൻ പറ്റൂ. അങ്ങനെയാണെങ്കിൽ എത്ര പേർക്ക് വരാൻ പറ്റും ഒരു കമ്മിറ്റിയിൽ? ഒരു മക്കാമ് നടത്തുന്ന ആളുകൾ മയ്യത്ത് കുളിപ്പിച്ചവർക്ക് മാത്രമാണോ ആ മക്കാം കമ്മിറ്റിയിൽ? കേരളത്തിൽ ഒരുപാട് മക്കാമുകളുണ്ട്, അവിടെ ഒന്നും മയ്യത്ത് കുളിപ്പിച്ചവർ എന്നല്ല ഇപ്പം നടത്തുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ. പിന്നെ CM വലിയുല്ലാഹിയുടെ ജനാസ ഇവിടെ വന്നു. ജനാസ ഇവിടെ വന്നതിന് ശേഷം ഞാൻ പറഞ്ഞതുപോലെ മദ്രസയിൽ നിന്നെടുത്തു. CM വലിയുല്ലാഹി ഹയാത്ത് കാലത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. അതെന്താന്ന് പറഞ്ഞാൽ, ബഹുമാനപ്പെട്ടവരുടെ കറാമത്ത് ഏറ്റവും വലിയ ഒന്നാമത്തെ കറാമത്തായി അടിവരയിടേണ്ട ഒരു സംഭവം, എൻ്റെ ഖബർ ഇവിടെയാണ് എന്ന് CM വലിയുല്ലാഹി കാട്ടിക്കൊടുത്തവർ ഇന്നും ഈ നാട്ടിലുണ്ട് എന്നുള്ളത്. അങ്ങനെ CM വലിയുല്ലാഹിയുടെ ജനാസ, ഇത് എൻ്റെ ജനാസ ഇവിടെയാണ് സംസ്കരിക്കുക എന്ന് നേരത്തെ പറഞ്ഞ ആളാണ്. അത് ഈ നാട്ടിൽ ഇന്നും ജീവിച്ചിരിക്കുന്ന ആളുകളുടെ മുന്നിലാണോ നിങ്ങൾ പറയുന്നത്? ഇവിടെ വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ പ്രഗത്ഭരായ പണ്ഡിതന്മാരും നേതാക്കളും ഇപ്പറഞ്ഞ മദ്രസയിൽ ജനാസ വെച്ചപ്പോൾ അത് ഇവിടെയല്ല മറവ് ചെയ്യേണ്ടത്, അത് മറവ് ചെയ്യേണ്ടത് മറ്റൊരു സ്വകാര്യ സ്ഥലത്താണ് എന്ന് പറഞ്ഞ് കൊണ്ടുപോകാൻ പുറപ്പെട്ടപ്പോൾ ഇവിടുത്തെ ആബാലവൃദ്ധൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി അതിനെ എതിർത്തു. പറ്റില്ല. എന്നാൽ അവിടെ വിധി കർത്താവിക്കാൻ ഇവിടെ ഉണ്ടായിരുന്ന ബഹുമാനപ്പെട്ട ഈ മക്കാമിൻ്റെ തൊട്ടടുത്തുണ്ടായിരുന്ന കാരാട്ടിൽ അഹമ്മദ് ഖാ, അതേപോലെ മൂസ ഹാജി, മലയിലാത്തോട്ട് മൂസ ഹാജി, മലയിലാത്തോട്ട് ഹസൈൻ ഹാജി, പുറന്താറ്റിൽ മുഹമ്മദ് മുസ്ലിയാർ തുടങ്ങിയ ഒരുപാട് ആളുകൾ ഈ ഭാഗത്ത് നിന്ന്, ബഹുമാനപ്പെട്ട CM അബൂബക്കർ, ഇവരൊക്കെ വന്നുകൊണ്ട് പറഞ്ഞു, ഈ മക്കാമിൽ നമ്മുടെ CM വലിയുല്ലാഹിയുടെ ജനാസ ഇവിടെ സംസ്കരിക്കുന്നതിനെതിരായി ചില വിഷയങ്ങൾ നടക്കുന്നുണ്ട്. അത് ഗ്രൂപ്പ് അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് CM വലിയുല്ലാഹിയുടെ മക്കാം ഇവിടെ അവരുടെ പിതാവ് അന്ത്യവിശ്രമം കൊള്ളുന്നത് മക്കാമിൻ്റെ ഇന്ന് മക്കാമുള്ള പഴയ ജുമയത്ത് പള്ളിയുടെ ഒരു റാത്തീബ് വരെയോടനുബന്ധിച്ചിട്ടാണ് ബഹുമാനപ്പെട്ടവരുടെ പിതാവ് ബഹുമാനപ്പെട്ട CM കുഞ്ഞിമാഹിൻ കോയ മുസ്ലിയാർ അവർ നവറല്ലാഹു മർക്കദഹു അന്ത്യവിശ്രമം കൊള്ളുന്നത്. അതിൻ്റെ അടുത്താണ് ബഹുമാനപ്പെട്ടവരുടെ ജനാസ എന്ന് ജീവിതകാലത്ത് അവിടെ ഉണ്ട് എന്ന് ജീവിതകാലത്ത് ഹയാത്ത് കാലത്ത് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് കൊണ്ട് കേട്ട ആൾക്കാർ പറഞ്ഞു, CM വലിയുല്ലാഹി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇതിൻ്റെ അന്തിമമായ തീർപ്പ് കൽപ്പിക്കേണ്ടത് ഇന്ന് ഹയാത്ത് കാലത്ത്, അന്ന് ഉമ്മ ഉണ്ടല്ലോ, CM ശംസുൽ ഉലമായുടെ പൗത്രിയാണ്. അതുകൊണ്ട് ഇവിടെ വന്നപ്പോൾ ഉമ്മ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് ഉമ്മയുടെ വഫാത്തിന് മുമ്പാണ് CM വലിയുല്ലാഹി വഫാത്താവുന്നത്. അന്ന് വിനീതനായ ഞാനും കോഴിക്കോട് എന്നിവിടെ അന്നത്തെ ജനറൽ സെക്രട്ടറി പറഞ്ഞതനുസരിച്ച് ഇങ്ങനെ ഒരു ആലോചന നടക്കുന്നുണ്ട്, അത് നമ്മുടെ മഹല്ല് ജമായത്തിൻ്റെ പള്ളിയിലായിരിക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞപ്പോൾ അതിന് നേതൃത്വം നൽകാൻ എന്നെ നിയോഗിച്ചു. ഞാൻ ഈ നാട്ടിൽ വന്നപ്പോൾ ബഹുമാനപ്പെട്ട കാരാട്ടിൽ അഹമ്മദ് ഖാ, മൂസ ഹാജി ഇവരൊക്കെ പറഞ്ഞു, എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, നീ ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹിയുടെ അമ്മാവൻ അന്ന് ജീവിച്ചിരിപ്പുണ്ട്, അമ്മാവൻ്റെ അടുത്ത് പോയിട്ട് ഉപ്പയെ കൂട്ടിക്കൊണ്ടുവരണം എന്നോട് പറഞ്ഞു. കൂട്ടിക്കൊണ്ടുവന്ന് നേരെ ഞങ്ങൾ ചെന്ന് ചിറ്റണിമേത്തൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുക. ലൊഹുറ ജമായത്ത് കഴിഞ്ഞ് ലൊഹുറ നിസ്കാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ടവരുടെ ജനാസ ഇവിടെ സംസ്കരിക്കണമെന്നത് സംബന്ധിച്ച് അന്തിമമായ തീർപ്പ് കൽപ്പിക്കാൻ അവരുടെ മാതാവിൻ്റെ സഹോദരനും ഞങ്ങൾ 1-2 പേരും അവിടെ വീട്ടിലെത്തി. അവിടെ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവസാനത്തെ റക്കയത്തിലാണ്. അത്തഹിയ്യാത്ത് വരെ കാത്തിരുന്നു. സലാം വീട്ടി ഉടനെ തന്നെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മക്കളെ നിങ്ങൾ എന്താണ് വന്നത്? അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, കാര്യങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞല്ലോ, അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ കരഞ്ഞിരിക്കുക വീട്ടിൽ. അവിടെയും 100 കണക്കിൽ ആളുകളുണ്ട്. അവരോട് പറഞ്ഞു, ഇങ്ങനെ ഒരു തർക്കം നടക്കുന്നുണ്ട്, CM വലിയുല്ലാഹിയുടെ ജനാസ എവിടെ സംസ്കരിക്കണമെന്ന്. അവർ ഇന്നത്തെ പോലെ ഞാൻ ഓർക്കുന്ന ഒരൊറ്റ കാര്യം അവർ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നേരത്തെ തന്നെ ഞാൻ മനസ്സുകൊണ്ട് കരുതിയതാണ്, അവരുടെ പിതാവ് കുഞ്ഞുമായും കോയ മുസ്ലിയാർ അന്ത്യവിശ്രമം കൊള്ളുന്നതും ബഹുമാനപ്പെട്ടവരുടെ വഫാത്തിന് മുമ്പേ മരിച്ച ആളാണ് അനുജൻ സൈനുദ്ദീൻ മുസ്ലിയാരും. അതുകൊണ്ട് അവരുടെയൊക്കെ അടുത്ത് തന്നെ ആവണം മോനെ അവരുടെ ജനാസ സംസ്കരിക്കുന്നത് എന്ന് ഒരു അന്തിമമായ തീർപ്പ്, അതിന് നിങ്ങൾ നേതൃത്വം നൽകണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളെ അവിടുന്ന് പുറത്തേക്ക് വിട്ടു. അന്ന് മുതൽ തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ. അതുവരെ ഈ പ്രവർത്തന രംഗത്തുണ്ടായില്ല. അന്ന് ഉമ്മ പറഞ്ഞൊരു വാക്ക്, നിങ്ങൾ അവിടെ പോയി അതിൻ്റെ വേണ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യണം. ബഹുമാനപ്പെട്ടവരുടെ ജനാസ സംസ്കരിക്കേണ്ടത് തൻ്റെ പിതാവിൻ്റെയും അനുജൻ്റെയും അടുത്താണ്. ബഹുമാനപ്പെട്ടവരുടെ ഏറ്റവും വലിയ കറാമത്ത് എന്ന് ഞാൻ പറയുന്നത് അവരുടെ കാൽ കീഴിൽ, അവരുടെ പിതാവിൻ്റെ കാൽ കീഴിലായി അവിടെ ജനാസ മറവ് ചെയ്യാൻ നമുക്ക് സാധിച്ചു. ആ വിഷയത്തിൽ ഇവിടെ ജനാസ വേണ്ട എന്ന് ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടി, അത് സാമ്പത്തികമായ എന്താണെന്നറിയില്ല, എന്തായാലും ഒരു പ്രത്യേക നേട്ടത്തിന് വേണ്ടി മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടുള്ള ആളുകളാണ്
ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ജനങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത്. ബഹുമാനപ്പെട്ടവരുടെ ഏറ്റവും വലിയ കറാമത്ത് ഇവിടെ അവർ നേരത്തെ പറഞ്ഞതുപോലെ, ഹയാത്ത് കാലത്ത് പറഞ്ഞതുപോലെ അവരുടെ ജനാസ ഇവിടെ തന്നെ സംസ്കരിക്കാൻ സാധിച്ചു. അവരുടെ മയ്യത്ത് നിസ്കാരത്തെ പറ്റിയും ഈ പറയുന്ന ഓൺലൈൻ യൂട്യൂബ് ചാനലിൽ ചിലത് പറയുന്നുണ്ട്. അവരൊരു പ്രത്യേക വിഭാഗം ആളുകളാണ് മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം നൽകി. ഞാൻ നേരത്തെ പറഞ്ഞു, അതിൻ്റെ നേതൃത്വം സുന്നത്ത് ജമാഅത്തിൻ്റെ വിവിധങ്ങളായ തലങ്ങളിലുള്ള ആളുകൾ, സുന്നത്ത് ജമാഅത്തിൻ്റെ അഖീദയിൽ വിശ്വസിക്കുന്ന CM വലിയുല്ലാഹിയെ ഇവിടെ മുഹിബുകളായ വ്യത്യസ്ത സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയക്കാർ ഒക്കെ വന്നിട്ടുണ്ട്. അതിൽ നിന്ന് ചില ആളുകൾ നേതൃത്വം, ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ നേതൃത്വം നൽകിയിട്ടുണ്ട്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഒരിക്കൽ നേതൃത്വം നൽകിയിട്ടുണ്ട്. മടവൂരിൽ വന്നപ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അവർ നേതൃത്വം നൽകിയിട്ടുണ്ട്. അങ്ങനെ വിവിധങ്ങളായ, നിങ്ങൾക്കറിയോ CM വലിയുല്ലാഹിയെ പോലെയുള്ള ഒരു വലിയൻ്റെ നിസ്കാരം 40 ആളെ കൊണ്ട് തീരുന്നതാണോ? അല്ല, വിവിധങ്ങളായ തലങ്ങളിലുള്ള ആളുകൾ നേതൃത്വം നൽകിക്കൊണ്ട് നിരവധി ജമായത്തുകൾ ഇവിടെ പള്ളിയിൽ വെച്ച് നടക്കേണ്ടത്. അതിനൊക്കെ വ്യത്യസ്തങ്ങളായ ആളുകൾ നേതൃത്വം നൽകിയിട്ടുണ്ട്. പക്ഷേ അവനൊക്കെ യൂട്യൂബ് ചാനലിൽ വന്ന് ഞങ്ങളാണ് CM വലിയുല്ലാഹിയുടെ മയ്യത്ത് നിസ്കരിച്ചത് എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ശംസുൽ ഉലമ എവിടെയും പറഞ്ഞിട്ടില്ല ഞാനാണ് CM വലിയുല്ലാഹിയുടെ മയ്യത്ത് നിസ്കരിച്ചത്. അങ്ങനെ മയ്യത്ത് നിസ്കാരത്തിന് പല മഹാന്മാരെയും മയ്യത്ത് നിസ്കാരം, എത്ര പാണക്കാട് സയ്യിദന്മാർ, എത്ര ആളെ മയ്യത്ത് നാട്ടിലുള്ള ഉമറാക്കളുടെയും ഉലമാക്കളുടെയും മയ്യത്തിന് നേതൃത്വം നൽകിയിട്ടുണ്ട്. അങ്ങനെ നേതൃത്വം നൽകിയ ആരും എവിടെ പോയി ഞങ്ങളാണ് ഇന്നാളെ മയ്യത്ത് നിസ്കരിക്കുന്നു പറയില്ല. അപ്പം മയ്യത്ത് നിസ്കരിച്ചത് ഞങ്ങളാണ്, വലിയനെ കഫൻ ചെയ്തത് ഞങ്ങളാണ് അവിടെ മൂടുകല്ല് വെച്ചത് എന്നൊക്കെ പറയുന്നത് ജനങ്ങളുടെ മുന്നിൽ ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ്. അതിനോടാണ് നമ്മൾക്ക് വിരോധമുള്ളത്, അതിനെയാണ് നമ്മൾ എതിർക്കുന്നത്. അപ്പം അതുകൊണ്ട് CM വലിയുല്ലാഹിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹയാത്ത്, പിന്നീട് പറഞ്ഞു ദീൻ നടത്താൻ ഒരു പ്രത്യേക പണ്ഡിതനെ ഏൽപ്പിച്ചു. CM വലിയുല്ലാഹി ഉലുൽ ഇൽമാണെന്ന് തോന്നിയാൽ, അല്ലെങ്കിൽ ഇൽമിൻ്റെ അഹ്ലുകാരാണ് എന്ന് തോന്നിയിട്ടുള്ള, അത് മുതല്ലിമാവട്ടെ, മുഅല്ലിമാവട്ടെ, അതേപോലെ മുദർരിസാവട്ടെ, ഇവരാരായിരുന്നാലും CM വലിയുല്ലാഹിയുടെ അടുത്ത് നിന്ന് അവിടെ സലാം പറയുമ്പോൾ ആദ്യം തന്നെ അവരോട് ചോദിക്കുന്നത് അവരുടെ പഠനത്തെ സംബന്ധിച്ചാണ്, അവരുടെ മുത്താലയെ സംബന്ധിച്ചാണ്, ഏത് കിതാബാണ് ഓതിക്കൊടുക്കുന്നത് എന്നാണ്. ഇങ്ങനെയുള്ള ദീനീയായ കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന കൂട്ടത്തിൽ പറയും നിങ്ങളെ ദീൻ നടത്താൻ ഞാനിതാ അധികാരപ്പെടുത്തിയിരിക്കുന്നു. ഇത് പലപ്പോഴും നമ്മൾ കേട്ടതാ, ചെറിയ മുതല്ലിമീങ്ങളോട് പോലും പറഞ്ഞിട്ടുണ്ട്. അപ്പം ദീനിൻ്റെ അഹ്ലുകാരാണ് അല്ലെങ്കിൽ ഇൽമിൻ്റെ അഹ്ലുകാരാണ് എന്നുള്ളവരോട് എന്നും ബഹുമാനവും ആദരവും സൂക്ഷിച്ചവരാണ് CM വലിയുല്ലാഹി അവർ. അവരെ അറിയുന്ന നിങ്ങൾക്കൊക്കെ അറിയാലോ ആ വിഷയം. അപ്പം അങ്ങനെ ഇൽമിൻ്റെ അഹ്ലുകാരെ എന്നും സ്നേഹിക്കുകയും അവരെ മുതല്ലിമീങ്ങൾക്ക് പോലും ഈ 2 ഓട്ടക്കീശയിൽ ചിലപ്പോൾ ഉണ്ടാകുക അന്നത്തെ 4 ആ 2 കൈ കൊണ്ടും എടുത്ത് കൊടുക്കുന്ന CM വലിയുല്ലാഹി ഇൽമിൻ്റെ അഹ്ലുകാരെ എന്നും സ്നേഹിച്ചു. ആ സ്നേഹിച്ചപ്പോൾ അവരോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ദീൻ നടത്തണം. അത് ഇപ്പറഞ്ഞ നിങ്ങളെ പണ്ഡിതനോടും പറഞ്ഞിട്ടുണ്ടാവും, ശംസുൽ ഉലമയോടും പറഞ്ഞിട്ടുണ്ട്. അവിടെ പോയിട്ടുള്ള നിരവധി, ചെറുശ്ശേരി സനത്തി മുസ്ലിയാർ അവിടെ പലപ്പോഴും പോകുന്ന ആളായിരുന്നു, അദ്ദേഹത്തോടും പറഞ്ഞിട്ടുണ്ട് നിങ്ങളിലാണിത്. അതേപോലെ വിവിധങ്ങളായ സയ്യിദന്മാർ, നേതാക്കൾ ഒക്കെ ചെന്നപ്പം അവരോടൊക്കെ ഇന്നത് ചെയ്യണം എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അതൊരു പ്രത്യേക വിഭാഗത്തിന് അവകാശപ്പെട്ടതല്ല. കേരളത്തിലെ അറിയപ്പെടുന്ന സുന്നത്ത് ജമാഅത്തിൻ്റെ എല്ലാ നേതാക്കളോടും നിങ്ങൾ ദീൻ നടത്താൻ അർഹനാണ്, നിങ്ങളത് ചെയ്തു കൊള്ളണം എന്ന് ആജ്ഞാപിച്ചിട്ടുണ്ട്. അത് കൃത്യമായി CM വലിയുല്ലാഹി ഒരു പ്രത്യേക വിഭാഗത്തോട് പറഞ്ഞതല്ല. അവിടെ ചെല്ലുന്നവർ ഇൽമുള്ളവരാവട്ടെ അല്ലാത്തവരാവട്ടെ, ഇനി ഏതെങ്കിലും രീതിയിലുള്ള പാപവും ചെയ്ത് CM വലിയുല്ലാഹിയുടെ അടുത്ത് ചെല്ലുമ്പോൾ സന്തോഷത്തോടു കൂടി നിങ്ങൾക്ക് അഫുവുണ്ട് എന്ന് സന്തോഷപൂർവ്വം പറഞ്ഞയച്ചല്ലാതെ അവിടെ നിന്ന് ഒരിക്കൽ പോലും ഒരാളെയും ഭയപ്പെടുത്തി സംസാരിച്ചില്ല. നിങ്ങൾക്ക് അഫുവുണ്ട് എന്ന് പലപ്പോഴും 2-3 പ്രാവശ്യം പറഞ്ഞത് ഈ ഉള്ളവൻ കേട്ടതാണ്. അപ്പം അങ്ങനെയുള്ള ആളുകളോട് മുഴുവനും നിങ്ങൾക്ക് അഫുവുണ്ട്, അത് പാപം ചെയ്ത് ചെല്ലുന്നവനോട് പോലും നിങ്ങൾക്ക് അഫുവുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അവിടുത്തെ സ്നേഹസമൃദ്ധമായ പെരുമാറ്റമാണ്. അതാണൊരു വലിയൻ്റെ പ്രത്യേകത. അത് കണ്ട് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ആശീർവദിച്ച് വിട്ടതാണ് എല്ലാ പണ്ഡിതന്മാരെയും. അല്ലാതെ ഒരു പ്രത്യേക വിഭാഗത്തിന് ദീൻ നടത്താനുള്ള അവകാശം അവിടുന്ന് കൊടുത്തിട്ടില്ല. പിന്നെ രാഷ്ട്രീയക്കാരാണ്. CM വലിയുല്ലാഹിയെ മക്കാമിനെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുള്ള ആളുകൾ കമ്മിറ്റിയിലുണ്ട്. ഈ സംസാരിക്കുന്ന ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയില്ല, മഹല്ല് ജമാഅത്തിൻ്റെ പ്രസിഡന്റ് വേറൊരു രാഷ്ട്രീയ പാർട്ടിയില്ല. നമുക്ക് ആശയപരമായി വ്യത്യസ്തമായ രാഷ്ട്രീയ അഭിപ്രായങ്ങളുണ്ടാവും. ഞങ്ങൾ നേതാക്കന്മാരൊന്നുമല്ല, നമ്മൾ സാധാരണ പ്രവർത്തകരാണ്. പക്ഷേ ഞങ്ങളെ അങ്ങനെയുള്ള കമ്മിറ്റിയിൽ ഒരു പഞ്ചായത്ത് മെമ്പർ പോയാലും ആയുള്ള ആളുകൾ വന്നത് ഈ അടുത്ത കാലത്ത്. അതുവരെ ഒരു രാഷ്ട്രീയത്തിൻ്റെ നേതാവും നമ്മളെ കമ്മിറ്റിയിലുണ്ടായിരുന്നു. പക്ഷേ പറയുന്ന നിങ്ങളോ നിങ്ങളുടെ പ്രസിഡന്റ് ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് മത്സരിച്ച് MLA യും MP യും പിന്നീട് കേന്ദ്രമന്ത്രിയുമായി രാഷ്ട്രീയത്തിൻ്റെ പേരിൽ.
അങ്ങനെ കേന്ദ്രമന്ത്രിയുമായി ഒരു ഇന്ത്യ രാജ്യത്ത് അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ പ്രസിഡന്റാക്കിയ നിങ്ങളാണോ CM വലിയുല്ലാഹിയുടെ മക്കാം നടത്തുന്ന ഒരു രാഷ്ട്രീയക്കാരാണെന്ന് പറയുന്നത്? ഇന്നും ഒരു പഞ്ചായത്ത് മെമ്പറില്ല ഈ കമ്മിറ്റിയിൽ. ഇടക്കാലത്തുണ്ടായിരുന്നു, അത് കഴിഞ്ഞു. അപ്പം രാഷ്ട്രീയപരമായി വ്യത്യസ്ത ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ആളുകൾ നമ്മുടെ കമ്മിറ്റിയിലുണ്ട്, എല്ലാ വ്യത്യസ്ത രാഷ്ട്രീയക്കാരും. പിന്നെ എന്തിനാണ് ഇത് മക്കാമിൻ്റെ പേരിൽ ആരോപിക്കുന്നത്? നിങ്ങളുടെ ഒരു മുറം വെച്ചിട്ട് ഞങ്ങളുടെ അരമുറം പറയുക. നിങ്ങൾ ഒരു മുറമാണ്, നിങ്ങളുടെ പ്രസിഡന്റ് ഈ പറഞ്ഞ കേന്ദ്രമന്ത്രി വരെയായ രാഷ്ട്രീയക്കാരനാണ്. അത് വെച്ചുകൊണ്ട് കണ്ണടച്ച് ഇരുട്ടാക്കുക, എന്നിട്ട് പറയാം മക്കാം കണ്ടോ രാഷ്ട്രീയക്കാരൻ നടത്തുന്നത്. ഏത് രാഷ്ട്രീയക്കാരനാണുള്ളത് നിങ്ങൾ പറയൂ. എടുത്തു പറയാവുന്ന ഒരു രാഷ്ട്രീയക്കാരൻ പോലും നമ്മൾ ഉണ്ടായിട്ടില്ല. അപ്പം ഇത്തരത്തിലുള്ള ചില അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് വേദനാജനകമായതുകൊണ്ടാണ് ഇവിടെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. പിന്നെ പലപ്പോഴും നമ്മൾ ഉറൂസിൻ്റെ 30 വേദികളിൽ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഇത്. CM വലിയുല്ലാഹിയുടെ കറാമത്ത് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള CM വലിയുല്ലാഹിയെ സ്നേഹിക്കാത്തവരാണെങ്കിലും അവരെ വെറുക്കുന്നവരാണെങ്കിലും CM വലിയുല്ലാഹിയെ ഇവിടെ ഈ സ്ഥാപനങ്ങളൊക്കെ നടത്താനുള്ള അധികാരം ഞങ്ങളിലേക്ക് തരുമായിരുന്നു. നിങ്ങളൊക്കെ കറാമത്തിൽ വിശ്വസിക്കുന്നവരല്ലേ, നമ്മളൊക്കെ സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്നവരല്ലേ. അള്ളാഹുവിൻ്റെ ഒരു വലിയിൻ്റെ അവർക്ക് തീരെ അർഹതപ്പെടാത്തൊരു സ്ഥലത്ത് വന്ന് കിടക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ CM വലിയുല്ലാഹി വന്ന് കിടക്കുന്നത് എവിടെയാണ്? അതിൻ്റെ നാദിരീങ്ങളായിട്ട് എത്ര കാലം നിന്നു? ഞാൻ വിട്ട അതിൻ്റെ പ്രഥമ പ്രസിഡന്റ് CM വലിയുല്ലാഹിയെ അങ്ങേയറ്റം സ്നേഹിച്ച അവരുടെ പിതാവിൻ്റെ സ്ഥാനത്ത് നിന്ന CM മുഹമ്മദ് മുസ്ലിയാർ അവർകളായിരുന്നു നവർ അല്ലാഹു മർക്കദഹു അതിൻ്റെ പ്രഥമ പ്രസിഡന്റ്. അത് CM വലിയുല്ലാഹിയുടെ ഒരു സ്ഥാപനം, അല്ലെങ്കിൽ അവർ കിടക്കുന്ന ഒരു സ്ഥാപനം, ഒരു മക്ബറ പരിപാലിക്കാൻ അവരുടെ ജ്യേഷ്ഠൻ ഉണ്ടാവുക എന്നുള്ളത് അവരുടെ കറാമത്തല്ലേ? അവരുടെ സഹോദരൻ KP മാമു ഹാജി ആയിരുന്നു 31 വർഷക്കാലം ഈ സ്ഥാപനത്തിൻ്റെ ജനറൽ സെക്രട്ടറി. പിന്നീട് മുഹമ്മദ് മുസ്ലിയാറിൻ്റെ മരണത്തിന് ശേഷം CM വലിയുല്ലാഹിയെ ജീവിതകാലത്ത് അനുധാവനം ചെയ്ത, അവരുടെ ജീവിതത്തിൽ നിന്ന് ഒരു മാതൃകാപരമായ ജീവിതം കഴിച്ചിട്ടുള്ള, എപ്പോഴും അവരെ മാതൃകയാക്കിയിരുന്ന, അവർക്ക് ഹിദ്മത്തെടുത്തിരുന്ന CM കുഞ്ഞിമാഹി മുസ്ലിയാർ നമ്മുടെ ഖാദി, അദ്ദേഹമായിരുന്നു ഒരുപാട് കാലം ഈ മക്കാം കമ്മിറ്റിയുടെ പ്രസിഡന്റ്. ഇതൊക്കെ CM വലിയുല്ലാഹിയുടെ ഒരു സ്ഥാപനത്തിന് നിങ്ങൾക്ക് നടക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അവരുടെ ഇഷ്ടപ്പെടാത്ത കുറേ ആളുകളാണ് നടത്തുന്നതെങ്കിൽ. അപ്പം അവരുടെ മുഹിബുകളാണ് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ വന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ വന്നിട്ടുള്ളതാണ്. ശംസുൽ ഉലമ ബഹുമാനപ്പെട്ടവരുടെ 40 കഴിഞ്ഞു. 40 കഴിഞ്ഞപ്പോൾ മക്കാം കമ്മിറ്റി രൂപീകരിക്കുന്ന എങ്ങനെ നമുക്കറിയാം. അവിടെ ബഹുമാനനായ ശംസുൽ ഉലമ വരികയാണ്. ശംസുൽ ഉലമ വന്നിട്ട് പറഞ്ഞു, ഇതുവരെ എല്ലാം നിങ്ങൾ കുടുംബക്കാരൊക്കെ എടുത്താണല്ലോ, ഇനി അത് പോരാ, ഇത് പൊതു ജമാഅത്തിന് വിട്ടുകൊടുക്കണം, ഇവിടെ ഒരു പൊതു കമ്മിറ്റി വേണം, അവിടെയുള്ള വരുമാനങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് ഒരു കമ്മിറ്റിയാണ്, ആ കമ്മിറ്റി രൂപീകരിക്കണമെന്ന് അന്ന് കൂടിയ ആളുകളോട് ശംസുൽ ഉലമ പറയുക. ശംസുൽ ഉലമ എന്നിട്ട് പറഞ്ഞു, അതിൻ്റെ പ്രസിഡന്റ് CMൻ്റെ ജ്യേഷ്ഠൻ CM മുഹമ്മദ് മുസ്ലിയാരാകട്ടെ, അതിൻ്റെ ജനറൽ സെക്രട്ടറി CMൻ്റെ അനുജൻ CM KP മാമു ഹാജി ആവട്ടെ എന്ന് പറഞ്ഞതാണ്. അത് ഇന്ന് പോലെ ഇവിടെ ജീവിച്ചിരിക്കുന്ന ആളുകളുണ്ട് കേട്ടവർ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടത്. പിന്നീട് കമ്മിറ്റി രൂപീകരിക്കപ്പെട്ട ശേഷം എന്താ സംഭവം ഉണ്ടായത്? ബഹുമാനപ്പെട്ടവരുടെ മക്കാമ് വന്നു. മക്കാമിൻ്റെ നിർമ്മാണത്തിലേക്കും കടന്നില്ല. അത് വന്നതിന് ശേഷം എന്താ ഉണ്ടായത്? നിങ്ങൾ പറഞ്ഞല്ലോ, ഏതോ ഇതിന് അർഹതപ്പെടാത്ത ഒരു കൂട്ടരാണ് നടത്തുന്നത്. ബഹുമാനപ്പെട്ടവരുടെ ജീവിതകാലത്ത് അന്നുണ്ടായിരുന്ന വലിയായിരുന്നു വടകര മുഹമ്മദ് ഹാജി തങ്ങൾ, സമകാലീനായ വലിയ. ആ സമകാലീനായ വലിയിൻ്റെ അടുത്ത് ഞങ്ങൾ പോയിട്ട് CM മക്കാമിൻ്റെ ഉദ്ഘാടനം, ഈ വാതിൽ മുന്നിലത്തെ വാതിൽ ഇന്നും മാറ്റിയിട്ടില്ല. ബഹുമാനപ്പെട്ടവരുടെ CM വലിയുല്ലാഹിയുടെ മക്കാമിൻ്റെ ഈ വാതിൽ ബഹുമാനപ്പെട്ടവരുടെ പവിത്ര കരങ്ങളാലാണ് തുറന്നു തന്നിട്ടുള്ളത്. ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കും. ആരാണ്? നിങ്ങൾക്ക് വിശ്വാസമില്ലേ വടകര മുഹമ്മദ് ഹാജി തങ്ങളിൽ? CM വലിയുല്ലാഹിയുടെ ഒരു മക്കാമ് തുറന്നു തരാൻ അതിൻ്റെ അഹലുകാരല്ല നടത്തുന്നതെങ്കിൽ ബഹുമാനപ്പെട്ട വടകര മുഹമ്മദ് ഹാജി തങ്ങൾ തയ്യാറാവുമോ? നിങ്ങൾക്ക് വിലായത്തിൽ വിശ്വാസമുണ്ടോ? അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? അപ്പം അവിടെ നിങ്ങളുടെ വിശ്വാസം എവിടെ പോകുന്നു? മഹാനായ വലിയ വടകര മുഹമ്മദ് ഹാജി തങ്ങൾ നേരെ വന്നു, ഇവിടെ നിന്ന് മക്കാമ് തുറന്നു തരികയാണ്. അതിനുശേഷമാണ് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. ഇവിടെ സിയാറത്തിന് കേരളത്തിനകത്തും പുറത്തുള്ള വിവിധങ്ങളായ പണ്ഡിതന്മാർ അന്നും ഇന്നും വന്നു പോകുക. ആരാ വന്നു പോകുന്നത്? ഞാൻ പറഞ്ഞ സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ, ഇനി വേറൊരു വിഭാഗം ഉണ്ടെങ്കിൽ ആ വിഭാഗത്തിൻ്റെ, അതേപോലെ സംസ്ഥാന കേരള ജമിയത്തുൽ ഉലമായുടെ, ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമായുടെ വിവിധങ്ങളായ നേതാക്കന്മാർ ഇവിടെ വന്നുകൊണ്ടിരിക്കുക. ഇനി ഈ മക്കാം അങ്ങനെ ഒരു വലിയൻ്റെ കരങ്ങളാൽ, CM വലിയുല്ലാഹിയുടെ ജീവിതകാലത്ത് ജീവിച്ചിരുന്ന ഒരു വലിയൻ്റെ പവിത്ര കരങ്ങളാൽ ഇത് തുറക്കപ്പെട്ടു. ഇനി ഈ മക്കാം നിൽക്കുന്നത് എവിടെയാണ്? ബഹുമാനപ്പെട്ട പിതാവും പിതാമഹന്മാരും
സൂഫി വര്യന്മാരായിരുന്ന അവരുടെ പിതാവും പിതാമഹന്മാരും ജീവിച്ച് മൺമറഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലത്ത്, അവരുടെ മാതാവ് അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്ത്, അവിടുത്തെ അനുജൻ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്ത്, അവരുടെ കുടുംബക്കാരായ ഒരുപാട് സൂഫി വര്യന്മാരും ഈ നാട്ടുകാരായ മഹാന്മാരായ സാഹിദീങ്ങളുമൊക്കെ മൺമറഞ്ഞു കിടക്കുന്ന മടവൂർ പവിത്രമായ പള്ളിയുടെ ഈ മുറ്റത്ത്. ഇതൊക്കെ കറാമത്തല്ലേ? ഇതിലൊക്കെ നിഷേധിക്കാൻ സാധിക്കും ആർക്കെങ്കിലും? ഞാൻ ചൂണ്ടിക്കാട്ടുന്ന മക്കാമിലാണ് ബഹുമാനപ്പെട്ടവർ അന്ത്യവിശ്രമം കൊള്ളുന്നത്. തൊട്ടടുത്തതാ കാണാൻ സാധിക്കുമെങ്കിൽ, അവിടെ നിങ്ങൾക്ക് ഈ ചാനലിൽ കാണാൻ സാധിക്കുമെങ്കിൽ ബഹുമാനപ്പെട്ട പിതാവ് തൊട്ടടുത്ത് അന്ത്യവിശ്രമം കൊള്ളുക, മാതാവ് തൊട്ടടുത്തുണ്ട്, അനുജൻ വലത്തുഭാഗത്തുണ്ട്. ഇതിനിടയിലാണ് ബഹുമാനപ്പെട്ടവർ കിടക്കുന്നത്. അപ്പം ഇതെല്ലാം ഇല്ലാത്തതാണെങ്കിൽ അതെല്ലാം ഒരു കൂട്ടർക്ക് അങ്ങനെ അർഹതപ്പെട്ടതായി പോവുമോ? അപ്പം എന്തുകൊണ്ടാണ് അത് അധീനപ്പെടുന്നത്? പിന്നീട് അപ്പം ഞാൻ പറഞ്ഞു, ബഹുമാനപ്പെട്ടവർ കിടക്കുന്ന സ്ഥലം, ബഹുമാനപ്പെട്ടവരുടെ മക്കാം ഉദ്ഘാടനം ചെയ്യപ്പെട്ട ദിവസം ആര് ചെയ്തു? പിന്നീട് ഇവിടെ നടക്കുന്ന ഒന്നാമത്തെ പരിപാടി ശ്രദ്ധിക്കേണ്ടതാണ്, അടിവരയിടേണ്ടതാണ്. ഇവിടെ നടക്കുന്ന ഒന്നാമത്തെ ഉറൂസ് മുബാറക്ക് ആദ്യം ഉദ്ഘാടനം ചെയ്യുന്നത് റയീസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദാണ്. നമ്മൾ സാക്ഷിയാ. റയീസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദാ. നിങ്ങൾക്ക് കണ്ണിയത്ത് ഉസ്താദ് ആരാ? നിങ്ങൾ 2-3 ആളുകൾ ഒരു പക്ഷേ അഭിപ്രായം പറഞ്ഞേക്കാം. പക്ഷേ കണ്ണിയത്ത് ഉസ്താദ് എന്ന് പറയുന്നത് കേരള മുസ്ലിം സമൂഹം സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ പുറത്തുള്ളവർ പോലും അംഗീകരിക്കുന്ന ഇഖ്തിലാഫില്ലാത്തൊരു പണ്ഡിതനാണ്. ആ പണ്ഡിതനാണ് ഇത് ഒന്നാമത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. ഒന്നാമത്തെ മതപ്രസംഗ പരമ്പര ഉദ്ഘാടനം ചെയ്ത് അറിയപ്പെടുന്ന കേരളത്തിൽ CM വലിയുള്ളാഹിയുടെ വാക്കുണ്ട് ശംസുൽ ഉലമയെ സംബന്ധിച്ച്. എന്താന്ന് പറയും? കേരള മണ്ണിൽ സുന്നത്ത് ജമാഅത്തിനെ പിടിച്ചു നിർത്തുന്നത് ശംസുൽ ഉലമ അവർകളാണ്. CM വലിയുള്ളാഹിയുടെ വാക്കാണ്, എഴുതി വെച്ചു. ഒരുപാട് പ്രസ്ഥാനങ്ങൾ, മുജാഹിദ് പ്രസ്ഥാനങ്ങളും ജമാഅത്ത് പ്രസ്ഥാനങ്ങളും ഖാദിയാനികളും അതേപോലെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികളൊക്കെ ആയ സംഭവങ്ങൾ മഞ്ചേരി പോലത്തെ ഉണ്ടായപ്പോൾ അവരോടൊക്കെ നഖശികാന്തം എതിർത്തുകൊണ്ട് സുന്നത്ത് ജമാഅത്തിൻ്റെ അഖീദ ഇന്നതാണെന്നും അതിനെ ശക്തിയുക്തം ബൈബിൾ പോലും ഉദ്ധരിച്ചുകൊണ്ട് അതിലെ ഉദ്ധരണികൾ സാധാരണഗതിയിൽ പറഞ്ഞുകൊണ്ട് അത് ഖുർആനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ഒരു റസൂലിനെ സംബന്ധിച്ചും യഥാർത്ഥത്തിലുള്ള അഖീദയിലേക്ക് ജനങ്ങളെ വഴിതിരിച്ചുവിട്ട ശംസുൽ ഉലമ ഉണ്ടായിരുന്നില്ലെങ്കിൽ നമ്മളെ ദീന അപകടത്തിൽപ്പെടുമായിരുന്നു. ഇത് കേരള മണ്ണിൽ, അതുകൊണ്ടാണ് കേരള മണ്ണിൽ സുന്നത്ത് ജമാഅത്തിനെ പിടിച്ചു നിർത്തിയത്, അടിയുറപ്പിച്ചു നിർത്തിയത് ശംസുൽ ഉലമയാണ്. ഈ വാക്കുകൾ നിങ്ങളുടെ നേതാക്കൾ പല സ്ഥലത്തും പ്രസംഗിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് ഞാൻ കേട്ടതാണ്. അത് ശംസുൽ ഉലമയെ പറ്റി ആര് പറഞ്ഞതാണ്? CM വലിയുള്ളാഹി പറഞ്ഞു. ആ ശംസുൽ ഉലമയാണ് ആദ്യത്തെ മതപ്രസംഗ പരമ്പര ഉദ്ഘാടനം ചെയ്തത്. ഒന്നാമത്തെ CM വലിയുള്ളാഹിയുടെ ഉറൂസിന്റെ മതപ്രസംഗ പരമ്പര ഉദ്ഘാടനം ചെയ്തത് റയീസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദും ശംസുൽ ഉലമ. പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരുപാട് പണ്ഡിതന്മാർ, 1-2 പണ്ഡിതന്മാരല്ല. ബഹുമാനപ്പെട്ട KS ആറ്റക്കോയത്തങ്ങൾ കുമ്പോൾ അദ്ദേഹം സുന്നത്ത് ജമാഅത്തിൽ 2 വിഭാഗം ഉണ്ടായപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമായോട് ബന്ധപ്പെട്ട ആളല്ല അദ്ദേഹം മറ്റൊരു വിഭാഗത്തിന്റെ ട്രഷററായിരുന്നു. അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കാന്തപുരം AP അബൂക്കർ മുസ്ലിയാർ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടല്ലോ. ബഹുമാനപ്പെട്ട ഏഴിമല മുഹമ്മദ് കോയത്തങ്ങൾ സംസ്ഥാന കേരള ജമിയത്തുൽ ഉലമായുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. ബഹുമാനപ്പെട്ട C അബ്ദുറഹിമാൻ മുസ്ലിയാർ നെടിയനാട്, ഞാൻ വിവരിക്കേണ്ട ആവശ്യമില്ലല്ലോ അദ്ദേഹം ആരാണെന്ന്. അദ്ദേഹത്തിന് ആശയം ഉണ്ടായിരുന്നില്ലേ? പക്ഷേ CM വലിയുള്ളാഹിയുടെ പരിപാടിക്ക് ഇവിടെ പങ്കെടുത്ത ആളാ. ബഹുമാനപ്പെട്ട MK കോയ മുസ്ലിയാർ വർഷങ്ങളോളം വഫാത്ത് വരെ, CM വലിയുള്ളാഹിയുടെ ഇവിടുത്തെ അന്ത്യവിശ്രമം മുതൽ അദ്ദേഹത്തിൻ്റെ വഫാത്ത് വരെ ഇടതടവില്ലാതെ ഇവിടെ വന്നിട്ടുള്ള, ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത തസവുഫിൻ്റെ അദ്ദേഹത്തിൻ്റെ CM വലിയുള്ളാഹിയുടെ രൂപത്തിലേക്ക് എത്തിപ്പെട്ട കാര്യങ്ങൾ ജനങ്ങളുടെ മുന്നിലേക്ക് വയലിലൂടെ കുത്തിവെച്ച് ജനങ്ങളിൽ സുഹൃത്തുണ്ടാക്കിയൊരു വലിയ പണ്ഡിതൻ ആര്? MK കോയ മുസ്ലിയാർ. ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അദ്ദേഹം എത്ര വർഷക്കാലം ഇവിടെ വന്നു. ബഹുമാനപ്പെട്ട കോഴിക്കോട് വലിയ ഖാദി സയ്യിദ് അഹമ്മദ് ശിഹാബുദ്ദീൻ തങ്ങൾ ഖുർആൻ പരിഭാഷ പോലും എഴുതിയ മഹത്തായ പണ്ഡിതനാണ് അദ്ദേഹം. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, അഭിപ്രായ വ്യത്യാസമുണ്ടോ? ഉമർ അലി ശിഹാബ് തങ്ങൾ, അതേപോലെ സൈനുൽ ആബിദീൻ തങ്ങൾ, ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദ്, ബഹുമാനപ്പെട്ട ചെറുശ്ശേരി സനദി മുസ്ലിയാർ നവറല്ലാഹു മർക്കദഹും, ബഹുമാനപ്പെട്ട പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാർ, KC ജമാലുദ്ദീൻ മുസ്ലിയാർ നവറല്ലാഹു മർക്കദഹു, ബഹുമാനപ്പെട്ട അണ്ടോൺ അബ്ദുള്ള മുസ്ലിയാർ, ബഹുമാനപ്പെട്ട പാറന്നൂർ ഉസ്താദ് ഇവിടെ വരികയും നേതൃത്വം നൽകുകയും പിന്നീട് ബഹുമാനപ്പെട്ടവരുടെ വരവിന് ശേഷം ഇവിടുത്തെ കാര്യങ്ങൾ കർത്തൃത്വങ്ങൾ ഏറ്റെടുത്തുകയും അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ മക്കളെ ഇങ്ങോട്ട് നിയോഗിക്കുകയും അദ്ദേഹത്തിൻ്റെ വഫാത്ത് കാലത്ത് മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട PP അബ്ദുൽ ജലീൽ ബാക്കവിയെ പോലെയുള്ള ഞങ്ങളുടെ ഇമാം അവരെയൊക്കെ ഇവിടെ നിയോഗിക്കുകയും
അവരുടെ ദർസൊക്കെ ഇവിടെ നടത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ടവരെ ബാറന്നൂർ ഉസ്താദും അതേപോലെയുള്ള ആളുകളും ഇവിടെ ദർസ് നടത്തുകയും ഒക്കെ ചെയ്യുകയാണ്. അപ്പം ഇതൊക്കെ ഇത്തരത്തിലുള്ള പണ്ഡിതന്മാരൊക്കെ വന്നത് CM വലിയുല്ലാഹിയെ അവരുടെ മുഹിബുകളല്ല എന്നുള്ള വിശ്വാസങ്ങൾക്കുണ്ടോ? അവരുടെ മുഹിബുകളല്ലാത്ത ഒരു കൂട്ടരുത് നടത്തുമ്പോൾ, ഒരു ജമാഅത്തോ മുജാഹിദോ ആണ് നടത്തുമെങ്കിൽ ഇത്തരത്തിലുള്ള പണ്ഡിതന്മാർ, കേരളം അറിയപ്പെടുന്ന പണ്ഡിതന്മാരും സയ്യിദന്മാരും നേതാക്കളും, ബഹുമാനപ്പെട്ട സൂഫി വര്യന്മാർ, ബഹുമാനപ്പെട്ട അന്തറുപ്പാപ്പ ദിവസങ്ങളോളം ഇവിടെ ഒന്ന് താമസിച്ചു വഫാത്തിന് ശേഷം. അതേപോലെ അരിമ്പറ അബൂബക്കർ മുസ്ലിയാർ, കേരളത്തിൽ അറിയപ്പെടുന്ന സൂഫി വര്യനല്ലേ. കീശേരി മുഹമ്മദ് മുസ്ലിയാർ ഒരു പരിപാടിയിൽ പങ്കെടുത്തില്ല. പക്ഷേ ഞാനും സത്താർ മുസ്ലിയാർ നിൽക്കുമ്പോൾ ഷർട്ടിടാതെ ഇവിടെ വന്ന് ഈ പരിപാടിയിലൊക്കെ നോക്കി, അങ്ങനെ ആരും കാണാതെ സിയാറത്ത് ചെയ്ത് പോവുകയും ചെയ്തു. ആളുകളൊക്കെ വരുമ്പോഴേക്ക് കീശേരി മുഹമ്മദ് മുസ്ലിയാർ, നിങ്ങൾക്ക് സംശയമുണ്ടോ കീശേരി മുഹമ്മദ് മുസ്ലിയാർ ആരാന്ന്? അത്തിപ്പറ്റ ഉസ്താദ് ആരാണ്? ഞാനിവിടെ വിശദീകരിക്കാനാ, അപ്രാപ്യനാ അദ്ദേഹം ആരാണെന്നുള്ളത്. മലപ്പുറം ജില്ലയിലുള്ള സുഹൃത്തുക്കൾക്ക് അറിയാം അദ്ദേഹം. അത്തിപ്പറ്റ ഉസ്താദ് ഇത്ര പരിപാടിയിലൂടെ പങ്കെടുത്തു. ബഹുമാനപ്പെട്ട വാവാട് ഉസ്താദ് PK കുഞ്ഞിക്കോയ മുസ്ലിയാർ കേരളത്തിലെ കോഴിക്കോട് ജില്ലയിൽ അറിയപ്പെടുന്ന പണ്ഡിതനാണല്ലോ, അദ്ദേഹം ഒരു സൂഫി വര്യനാണല്ലോ. ഇങ്ങനെ കേരളത്തിനകത്തും പുറത്തും അറിയപ്പെടുന്ന ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ തൊടിയൂർ മുഹമ്മദ് മൗലവി ഇവിടെ വന്നു നമ്മളെ പരിപാടിയിൽ. ഇങ്ങനെ എത്ര, എനിക്ക് എണ്ണാൻ പറ്റുന്നില്ല, 10-31 വർഷക്കാലം ഇവിടെ വന്നിട്ടുള്ള കേരളത്തിൻ്റെ തലതൊട്ടപ്പന്മാരായ ഉന്നതരായ പണ്ഡിത ശ്രേഷ്ഠന്മാർ, സയ്യിദന്മാർ, ഇവരൊക്കെ അർഹതപ്പെടാത്ത ഒരു സ്ഥാനം നടത്തുന്ന ആളുകളുടെ വിളി കേട്ട് വരികയാണോ? അപ്പം ഇതൊക്കെ നമ്മൾ ജനങ്ങളുടെ മുന്നിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വ്യക്തമായി സൂര്യൻ ഉദിച്ചതുപോലെയുള്ള കാര്യങ്ങളാണ്, ഇതിലൊരു അസത്യവുമില്ല. അപ്പം ഇങ്ങനെയുള്ള ആശീർവാദത്തോടു കൂടിയാണ് ഇപ്പറഞ്ഞ ബഹുമാനപ്പെട്ടവരുടെ ഒക്കെ ആശീർവാദത്തോടു കൂടി, ശംസുൽ ഉലമയുടെ ആശീർവാദം നമുക്കുണ്ട്. കമ്മിറ്റി ഉണ്ടാക്കി ഇവിടുത്തെ പരിപാടികളൊക്കെ അവരുടെ വഫാത്ത് വരെ വന്നു. ഓരോ സമയത്തും പോകുമ്പോൾ എന്താണ് മടവൂരിൽ നടക്കുന്നതെന്ന് ചോദിച്ചു. ബഹുമാനപ്പെട്ട സൂഫി വര്യന്മാരായ ഇവരുടെയൊക്കെ, ബഹുമാനപ്പെട്ട മൺമറഞ്ഞു പോയ സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ ബഹുമന്യനായ പ്രസിഡന്റായിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദ് അസ്ഹരി തങ്ങൾ 3 റൂസുകൾക്ക് ഇവിടെ വന്നു. ആരോഗ്യമില്ലാത്ത കാലത്തും ഇവിടെ വന്ന് ഞങ്ങൾക്കൊക്കെ കൈ നോക്കി ആശീർവാദം തന്നവരാ. മക്കളെ, നിങ്ങൾ ഇതിൻ്റെ നാദിരീയങ്ങളാണ്, ധൈര്യപൂർവ്വം മുന്നോട്ട് പോവുക എന്നാണ് ഞങ്ങളോടൊക്കെ പറഞ്ഞിട്ടുള്ളത്. ധൈര്യപൂർവ്വം മുന്നോട്ട് പോവുക. ഇത്തരത്തിലുള്ള പണ്ഡിതന്മാരുടെ സയ്യിദന്മാരുടെ ഒക്കെ ആശീർവാദത്തോടു കൂടി നടത്തുന്ന ഒരു സ്ഥാപനത്തെ ഇങ്ങനെ വക്രീകരിച്ച് ജനങ്ങളുടെ മുന്നിൽ സാമ്പത്തികമായ ചില നേട്ടങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് മാത്രമേ ഞാൻ ആ വിഷയത്തിൽ അവരോട് പറയാനുള്ളൂ. ജനങ്ങളുടെ മുന്നിൽ എന്താണ് സത്യമെന്ന് കൃത്യമായി അറിയുന്നവരാ ഇവിടുത്തെ ജനങ്ങൾ. കൊറോണ കാലത്ത് 2 വർഷമുണ്ടായ കൊറോണ കാലത്ത് മക്കാം അടച്ചിട്ടപ്പോൾ അല്പം ഒന്ന് തുറന്നപ്പോൾ ഞങ്ങൾക്കൊക്കെ ശ്വാസം മുട്ടുന്ന രീതിയിൽ സ്ത്രീകളും പുരുഷന്മാരും വന്ന് ഇവിടെ സിയാറത്ത് കൊണ്ട് ഹയാത്താക്കി, രാപ്പകലില്ലാതെ. അതേപോലെ വരുമാനം വർദ്ധിച്ചു. അതുകൊണ്ട് ഞങ്ങൾ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ തുടങ്ങി. അങ്ങനെ രാപ്പകലില്ലാതെ അനേക 1000 ആളുകളാണ് ഈ കൊറോണ കാലത്തും അതൊക്കെ തൃണവൽക്കരിച്ചുകൊണ്ട് മക്കാമിൻ്റെ ഒരു വാതിലെപ്പോഴാ തുറക്കുന്നത് നോക്കി നിന്നിട്ടുള്ളത്. അവരുടെയൊക്കെ ഞാൻ പ്രത്യേകമായി ഈ വേദിയിൽ വെച്ച് അഭിനന്ദിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ സിയാറത്തും നിങ്ങളുടെ സദഖകളും ഒക്കെ സ്വീകരിക്കട്ടെ. അത് തന്ത്രപൂർവ്വം അത് നോക്കി നിന്ന് ഇവിടെ ഹയാത്താക്കിയ ആളുകളുണ്ട്. അപ്പം ഇതിലൊക്കെ അസൂയ പൂണ്ടിട്ട് ചില കാര്യങ്ങൾ, ചില സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി ഞാനിവിടെ ചില ഫോൺ കോളുകൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംശയമുള്ളത് കൊണ്ടുമാണ് ഇതിലേക്ക് കിടന്നത്. ഒറ്റ കാര്യം കൂടി ഞാൻ അവസാനിപ്പിക്കുക പറഞ്ഞുകൊണ്ട്, ഇവിടെ സമീപകാലത്തായി ഒരുപാട് ആളുകൾ ഓൺലൈനിൽ കണ്ടിട്ട് വിളിച്ചുകൊണ്ട് ചോദിക്കുക, ഞങ്ങളൊക്കെ ഭാരവാഹികൾ മൂത്താട്ടത്രയും മാഷ്, നാസർ മാഷ്, ഫൈസൽ ഫൈസി, KM മുഹമ്മദ് മാഷ് തുടങ്ങിയവർക്ക് നിത്യേന ഫോൺ കോൾ. എന്താ ഫോൺ കോള്? അവിടെ ഒരാളുടെ ചാനലിൽ, യൂട്യൂബ് ചാനലിൽ നടക്കുന്നല്ലോ അറിവിൻ നിലാവ്, അതേപോലെ പല നിലാവ്, പല വെളിച്ചം, പല പേരിൽ. ഇത് ഞങ്ങളന്ന് മറുപടി പറഞ്ഞ് ഞങ്ങളെന്താ ഒരു വിഭാഗീയതയിലേക്ക് കടക്കണ്ട എന്ന് വിചാരിച്ച് ഞങ്ങളത് വ്യക്തമാക്കി ആളുകളുടെ മുന്നിൽ. അങ്ങനെ മക്കാം, ഞാൻ പറഞ്ഞു, ഞങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്, മക്കാം കമ്മിറ്റി എന്ന് പറയുന്നത് എല്ലാ വിഭാഗം ആളുകളെയും ഉൾക്കൊള്ളുന്നതാണ്. പല ഭാഗത്തും പല പണ്ഡിതന്മാരും പലതും പറയുന്നുണ്ട്, നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളില്ല. പക്ഷേ CM വലിയുല്ലാഹിയുടെ മക്കാം നടത്തുന്ന ഇന്ന കമ്മിറ്റിയാണ്, അവിടേക്ക് എന്നെ കൊടുക്കണമെങ്കിൽ ഇന്ന കാര്യങ്ങൾ ഇന്ന അക്കൗണ്ടിൽ കൊടുക്കണം, അല്ലെ മക്കാമിൽ തന്നെ കൊണ്ടുവരണം. ഇതേ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ ഇത്തരത്തിലുള്ള യൂട്യൂബ് ചാനലുകളിലൂടെ വിശദമായി ആളുകളുടെ മുന്നിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കുത്തിവെച്ചപ്പോൾ, അതൊരു ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ വന്നപ്പോൾ ആദ്യകാലത്ത് അത് വളരെ നല്ല നിലയിൽ പോയി. പിന്നീട് അത് നമുക്ക് അതിൽ അഭിപ്രായ വ്യത്യാസമല്ല. കാരണം CM വലിയുല്ലാഹിയുടെ മദ്ഹ് പറയുന്നവരുണ്ട്, CM വലിയുല്ലാഹിയുടെ മൗലൂദ് ഓതുന്നവരുണ്ട്, CM വലിയുല്ലാഹിക്ക് നേർച്ചാക്കുന്നവരുണ്ട്.
അതുകൊണ്ട് ജീവിക്കുന്നവരുണ്ട്. കാരണം യൂട്യൂബ് ചാനൽ പോലത്തെ അവരുടെ മദ്ഹ് പാടിയും അവരുടെ പേരിലുള്ള അവരുടെ വിലായത്തും കറാമത്തും ഒക്കെ പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. നമുക്ക് വിരോധമല്ല. പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അതിനകത്ത് കുത്തിക്കയറ്റി വരാൻ തുടങ്ങിയപ്പോൾ നമുക്ക് ചില സത്യങ്ങൾ ജനങ്ങളുടെ മുന്നിൽ പറയേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് സഹോദര സഹോദരിമാരുടെ ചോദ്യത്തിന് ഉത്തരമാണ് ഞാൻ പറയുന്നത്. അറിവിൻ നിലാവ് എന്നുള്ളത് നിങ്ങളുടെ പരിപാടിയാണോ എന്ന് ചോദിക്കുന്നവരോട് ഇവിടെ CM വലിയുല്ലാഹിയുടെ ഹളറത്തിൽ നിന്നുകൊണ്ട്, അവരുടെ പിതാവിൻ്റെ ഹളറത്തിൽ നിന്നുകൊണ്ട്, ഇവിടെ ഞങ്ങളുടെ ഇമാമായിട്ടുള്ള അബ്ദുൽ ജലീൽ ബാക്കവിയുടെയും മഹല്ല് ജമാഅത്തിൻ്റെ ഒക്കെ സാരഥികളുടെ മുന്നിൽ നിന്ന് ആധികാരികമായി ഞങ്ങൾ ഉണർത്തുകയാണ്, ആ പരിപാടിയുമായി CM മക്കാം ഷെരീഫിന് യാതൊരു ബന്ധവുമില്ല എന്ന് സഹോദര സഹോദരിമാരെ കൃത്യമായി മക്കാം കമ്മിറ്റിക്ക് വേണ്ടി ഞങ്ങൾ അഭ്യർത്ഥിക്കുക, ഞങ്ങൾ ഉണർത്തുക. അങ്ങനെയുള്ള പല പരിപാടികളും നടക്കുന്നുണ്ട്, ഞങ്ങൾക്ക് വിരോധമല്ല. യൂട്യൂബിൽ ഒരുപാട് പരിപാടികൾ നടക്കുന്നു. ആ പരിപാടികളൊക്കെ CM വലിയുല്ലാഹിയുടെ മദ്ഹാണെങ്കിൽ ഓക്കെ, ഞങ്ങൾക്ക് വിഷയമല്ല. പക്ഷേ അതിലൂടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കുത്തിക്കയറ്റി അത് മക്കാം ഒന്നിനെ ഇകഴ്ത്തിക്കളയാം, അവിടെ നടത്തുന്ന ആളുകളെ ഒന്ന് ബുദ്ധിമുട്ടാക്കി കളയാം എന്നാണ് വിചാരമെങ്കിൽ അത് നടക്കുന്ന കാര്യമല്ല. അവരോട് മുമ്പ് നമ്മളൊരു സൂചന നിങ്ങൾക്ക് നൽകിയിട്ട് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ ഇത് CM വലിയുല്ലാഹിയുടെയും അവരുടെ പിതാവും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശം എന്ന് പറഞ്ഞത് അള്ളാഹുവിൻ്റെ ഒരു പ്രകാശമാണ് ഇവിടെ ഉള്ളത്. ആ പ്രകാശം കൊണ്ടാണ് ഇത്തരത്തിലുള്ള പണ്ഡിതന്മാർ, ലോകമറിയപ്പെടുന്ന പണ്ഡിതന്മാരുടെ വന്നതും നേതൃത്വം നൽകിയതും പരിപാടികൾക്കൊക്കെ ആശീർവാദം നൽകിയതും. അത് നിങ്ങളുടെ വായ കൊണ്ട് ഊതിക്കെടുത്താം ആ പ്രകാശത്തെ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് പൂർത്തീകരിക്കുക തന്നെ ചെയ്യും എന്ന് മാത്രമേ ആ വിഷയകരമായി നമുക്ക് പറയാം. അതുകൊണ്ട് അത്തരത്തിലുള്ള അറിവിൻ നിലാവ് പോലെയുള്ള പരിപാടികളുമായി മക്കാം ഷെരീഫിന് യാതൊരു ബന്ധവുമില്ല. അതിലേക്ക് നിങ്ങൾ കേൾക്കാൻ കുഴപ്പമില്ല, അത് നിങ്ങൾക്ക് അത് ആസ്വദിക്കാൻ കുഴപ്പമില്ല, അതിൽ CM വലിയുല്ലാഹിയുടെ കറാമത്തുകൾ കേൾക്കാൻ കുഴപ്പമില്ല. പക്ഷേ അതിലേക്ക് നിങ്ങൾ അയക്കുന്ന സംഭാവനകളും നേർച്ചകളും അതിൽ കാണുന്ന അക്കൗണ്ടിലും അയച്ചാൽ അത് മക്കാമിലെത്തുകയില്ല, CM വലിയുല്ലാഹിയുടെ ആസ്ഥാനം നടത്തുന്ന കമ്മിറ്റിയിൽ അത് എത്തുകയില്ല എന്നുള്ളത് CM വലിയുല്ലാഹിയുടെ മുഹിബുകളായ ആളുകളെ ഞങ്ങൾ പ്രത്യേകമായി ഉണർത്തുകയാണ്. അതുണ്ടെങ്കിൽ ഇപ്പോൾ മക്കാമിൻ്റെ ഔദ്യോഗികമായ 2 ചാനലുകളുണ്ട്. ആ ചാനലുകൾ ഒന്ന് CM മക്കാം ഒഫീഷ്യൽ ആണ്. CM മക്കാം ഒഫീഷ്യൽ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ വഴിയാണ് മക്കാമിൻ്റെ ഔദ്യോഗികമായ പരിപാടികൾ. അൽഹംദുലില്ലാ, ഞങ്ങൾ ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഞങ്ങൾക്ക് കഴിഞ്ഞ അത് ലോക്ക്ഡൗൺ ആകുന്നതിന് മുമ്പ് എല്ലാ വെള്ളിയാഴ്ച രാവുകളിലും ഞങ്ങൾ വളരെ വിപുലമായ രീതിയിൽ ഇവിടെ മക്കാമിൻ്റെ മുറ്റത്ത് വെച്ച് CM വലിയുല്ലാഹിയുടെ സ്വലാത്ത് മജ്ലിസ് നമ്മൾ നടത്തി. കാരണം അത് CM വലിയുല്ലാഹി സ്ഥാപിച്ചു തന്നതാണ്. അത് രണ്ടാമത് പുറത്തേക്ക് കൊണ്ടുപോയി വിപുലമാക്കുന്നത് ഞങ്ങൾക്ക് ഉദ്ഘാടനം ചെയ്യുന്നത് സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ അഭിവന്ദനായ പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ്. ഈ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ആരാണെന്ന് നിങ്ങൾക്കറിയാം, ശംസുൽ ഉലമായുടെയും അതേപോലെ CM വലിയുല്ലാഹിയുടെയും ഒക്കെ ശിഷ്യന്മാരാണ്. അപ്പം ഇങ്ങനെയുള്ള ആളുകൾ നേതൃത്വം നൽകുന്ന പരിപാടി അത് CM വലിയുല്ലാഹിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നവരാ സയ്യിദന്മാർ. അതും സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഏതെങ്കിലും ഒരു ഭാഗത്തുനിന്ന്. ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ പറയുന്നുണ്ട്, കൊണ്ടോട്ടിയിൽ നിന്ന് പോയ ഒരു സ്ത്രീയോട് ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരുടെ വിവരം എന്താണെന്ന് ചോദിച്ചു. വാവാട് നിന്ന് പോയ ആളുകളോട് അവിടെ CM വലിയുല്ലാഹി പലപ്പോഴും വാവാട് ഉസ്താദിൻ്റെ സ്ഥിതി എന്താണെന്ന് ചോദിക്കാറുണ്ടായിരുന്നു. അണ്ടോൺ അബ്ദുള്ള മുസ്ലിയാരുടെ കാര്യങ്ങൾ ചോദിക്കാറുണ്ടായിരുന്നു. പാറന്നൂരിന്നോ നരിക്കിരിന്നോ പോകുന്നവരോട് ചോദിക്കാറുണ്ടായിരുന്നു പാറന്നൂർ ഉസ്താദിൻ്റെ സ്ഥിതി എന്താണ്. അപ്പം അങ്ങനെ CM വലിയുല്ലാഹി ഈ പണ്ഡിതന്മാരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു. അവരൊക്കെ നേതൃത്വം നൽകുന്നതാണ് ഈ പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ നിങ്ങൾക്ക് ആർക്കും സാധ്യമല്ല, നിങ്ങളെ വായ കൊണ്ട് നശിപ്പിക്കാൻ കഴിയില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിൽ ഒന്നുകൂടി അടിവരയിട്ട് പറയുന്നു, മക്കാമിൻ്റെ ഔദ്യോഗികമായ പരിപാടികൾ ഇവിടെ സലാത്ത് മജ്ലിസ് വളരെ ഭംഗിയായി ഇവിടെ നടക്കുക. ആ സലാത്ത് മജ്ലിസ് ഇപ്പോൾ കോവിഡ് കാലത്ത് ഇത് ലോക്ക്ഡൗൺ വന്നപ്പം ചിലത് പള്ളിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷേ പൊതുജനങ്ങൾക്കെല്ലാം പങ്കെടുക്കാവുന്ന രീതിയിൽ വലിയ പരിപാടിയാക്കി ഞങ്ങളെ CM മക്കാം ഒഫീഷ്യൽ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിലൂടെ അത് പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുക. എൻ്റെ സഹോദര സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, ലോക്ക്ഡൗണിന് ശേഷം ഇൻഷാ അല്ലാഹ് അത് വീണ്ടും ആരംഭിക്കും. അത് എല്ലാവരും അതിൽ നടക്കുന്ന പരിപാടികൾ വീക്ഷിക്കണം. ഇപ്പോൾ നമ്മുടെ ഈ ഉറൂസ് പരിപാടികളൊക്കെ SKICR എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ വിശദമായി നമ്മുടെ പരിപാടികളൊക്കെ വന്നുകൊണ്ടിരിക്കുക. 31-ാം ഉറൂസ് മുബാറക്കിൻ്റെ എല്ലാ പരിപാടികളും അതിൽ തത്സമയം പ്രക്ഷേപണം ചെയ്യുക. ഇതൊക്കെ കണ്ടുകൊണ്ട് സഹോദര സഹോദരിമാർ CM വലിയുല്ലാഹി അന്ത്യവിശ്രമം കൊള്ളുന്നത് എവിടെയാണെന്നും അതിന് യഥാർത്ഥ അഹ്ലുകാരാരാണെന്നും അവരേത് രീതിയിലാണ് ഇവിടുത്തെ ഈ നാട്ടുകാരും CM വലിയുല്ലാഹി ജനിച്ചു വളർന്ന നാട് എന്നുള്ള നിലക്ക് അവിടുത്തെ നാട്ടുകാരും ഇവിടുത്തെ കമ്മിറ്റിക്കാരും ഇവിടുത്തെ ബന്ധപ്പെട്ട ഭാരവാഹികളും ഏത് രീതിയിലാണ് ബഹുമാനപ്പെട്ടവരെ പരിചരിക്കുന്നതെന്നും ഈ CM വലിയുല്ലാഹിയുടെ ആസ്ഥാനത്ത് ഏതെല്ലാം പണ്ഡിതന്മാരുണ്ടെന്നും ഏതെല്ലാം സ്ഥാപനങ്ങളുണ്ടെന്നും ഒക്കെ മനസ്സിലാക്കി ഈ സ്ഥാപനത്തിൻ്റെ
വിവിധങ്ങളായ പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഞങ്ങൾ അഭ്യർത്ഥിക്കുക. ഇത് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതല്ല. അത് സി എം വലിയുല്ലാഹിയുടെ ആ ഒരു സ്ഥാപനത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെന്ന നിലക്ക് എന്നും ജനങ്ങളുടെ മുന്നിൽ ഇത്തരത്തിൽ കാര്യങ്ങൾ പറയാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കാരണം സി എം വലിയുല്ലാഹിയുടെ സ്നേഹിക്കുന്ന അവരെ മുഹിബുകളായ സുന്നത്ത് ജമാഅത്തിൻ്റെ വിവിധങ്ങളായ ആളുകൾ സുന്നത്ത് ജമാഅത്തിൻ്റെ അഖീദയിൽ വിശ്വസിക്കുന്നു എന്ന കാരണത്താൽ ഏക ഉമ്മത്തായി അവരെ നമ്മൾ കാണുകയാണ്. അവർ സി എം വലിയുല്ലാഹിയുടെ സദസ്സിലേക്ക്, സി എം വലിയുല്ലാഹിയുടെ സ്ഥാപനത്തിലേക്ക് നിരന്തരമായി സംഭാവനകൾ ചെയ്യുന്നവരുണ്ട്. അവർക്ക് ഗ്രൂപ്പ് വ്യത്യാസമില്ല. ഞങ്ങൾക്കും അത് കാണിക്കാൻ പറ്റില്ല. പക്ഷേ ഇത്തരത്തിലുള്ള എവിടെ നിന്നും ഒറ്റപ്പെട്ട അപശബ്ദങ്ങൾ, ആ അപശബ്ദങ്ങളെ ശക്തമായി എതിർക്കേണ്ടതും ജനങ്ങളെ മുന്നിൽ ബോധ്യപ്പെടുത്തേണ്ടതുമായ ഒരു ബാധ്യത അത് ഞങ്ങൾ നിറവേറ്റുക തന്നെ ചെയ്യും ഇൻഷാ അല്ലാഹ്. കാരണം ഞങ്ങൾ ശംസുൽ ഉലമയുടെ മക്കളാണ്. അതുകൊണ്ട് അവരുടെ കുടുംബാംഗങ്ങളാണ്, സി എം വലിയുല്ലാഹിയുടെ കുടുംബാംഗങ്ങളാണ്. ശംസുൽ ഉലമ ഇത്തരത്തിലുള്ള ജൽപ്പനങ്ങൾ എവിടെ നിന്ന് വന്നാലും അതിന് ശക്തിയുക്തം ആരുടെ മുമ്പിലും സധൈര്യം അത് തലയെടുത്താലും പറയുമായിരുന്ന ആളാണ്. അപ്പം അതുകൊണ്ട് അവരുടെ മക്കൾ എന്നുള്ള നിലക്ക് തീർച്ചയായും ഇത്തരത്തിലുള്ള തെറ്റുകൾ, ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ, അപ്പം അതുകൊണ്ട് അത്തരത്തിലുള്ള പരാമർശങ്ങൾ എവിടെ നിന്ന് വന്നാലും അത് ഞങ്ങളുടെ ബാധ്യതയാണ്. ആ ബാധ്യത മാത്രം ഞങ്ങൾ നിറവേറ്റുകയാണ്. സഹോദര സഹോദരിമാർക്ക് എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പൊറുക്കണമെന്ന് അപേക്ഷിക്കുക. ഇപ്പോൾ ഈ സംസാരത്തിനിടയിൽ വന്നിട്ടുള്ള ഒരു കമൻ്റാണ്, ദക്ഷിണ കേരളത്തിലൊക്കെ സി എം വലിയുല്ലാഹി മക്കാമിൻ്റെ പേരിൽ പിരിവ് നടക്കുന്നു. എനിക്കറിയാം, അപ്പോൾ അബ്ദുറഹ്മാൻ മാഷ് പറഞ്ഞൊരു വിഷയമാണ് ഇത്. ഇന്നലെയും മെനയാന്ന് നിരന്തരമായി ഫോൺ കോൾ വന്നു. കണ്ണൂർ ജില്ലയിലൊക്കെ ഒരുപാട് സ്ഥലത്ത് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താ വാട്സപ്പ് ഗ്രൂപ്പുകൾ. ഞങ്ങൾ കാസർഗോഡ് ജില്ലയിലുമുണ്ട്. ബഹുമാനപ്പെട്ട നമ്മുടെ മാലിക്കുദ്ദീനാർ ഇമാം, ബഹുമാനപ്പെട്ട അബ്ദുൽ മജീദ് വാക്കവി അവർ നമ്മുടെ വേദിയിലുണ്ട്. ബഹുമാനപ്പെട്ടവർക്കൊക്കെ അറിയാം, കാസർഗോഡൊക്കെ ഇത്തരത്തിലുള്ള ഈ പരിപാടികളൊക്കെ അവരൊരു ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഉണ്ടാക്കി അവിടെ സി എം വലിയുല്ലാഹിയുടെ ഉറൂസ് എന്ന് പറഞ്ഞ് പ്രചരണം നടത്തി അതിൻ്റെ പേരിൽ പിരിവ് നടത്തി. പല സ്ത്രീകളും നമ്മൾ ഔദ്യോഗികമായ മക്കാമിൻ്റെ ഇപ്പോൾ ഓഫീസ് അടച്ചിട്ടത് കൊണ്ട് അതിൻ്റെ ഫോൺ എൻ്റെ കയ്യിലാണ്. ആ ഫോണിൽ നിരന്തരമായി കോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ അറ്റൻഡ് ചെയ്യുമ്പോൾ അതിൽ പറയുന്നത് ഞങ്ങൾ 1001 രൂപ 25,000 രൂപ ഒക്കെ അവിടെ ചില സ്ഥലത്ത് ഉറൂസ് നടക്കുന്ന സ്ഥലത്തേക്കൊക്കെ നടത്തി അറിവിൻ നിലാവിലേക്ക് കൊടുത്തു, മറ്റെടുത്ത് കൊടുത്തു. ഇത് വ്യക്തമാക്കേണ്ട ബാധ്യത ഞങ്ങൾക്കില്ലേ? അപ്പം അത്തരത്തിൽ എല്ലാ സ്ഥലത്തും വയനാട് ജില്ലയിൽ പിരിവെടുത്ത് കഴിഞ്ഞു. ഉറൂസിന് മുമ്പ് സി എം വലിയുല്ലാഹിയുടെ ഉറൂസിന് മുമ്പ് പോയിട്ട് അതിൻ്റെ പേരിൽ പിരിവ് നടത്തി വരിക. ഞങ്ങൾ ആരും സി എം മക്കാമിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊക്കെ അറിയാം, ഒരു പൈസ പിരിവ് നടത്താൻ വേണ്ടി മക്കാമിൻ്റെ പേരിൽ ഞങ്ങൾ എവിടെയും പോയിട്ടില്ല. അത് സി എം വലിയുല്ലാഹിക്ക് പൊരുത്തപ്പെടാത്ത കാര്യമാണ്. അവരുടെ പേരിൽ ഒരു പിരിവ് നടത്തുന്നത്. പിന്നെ യതീംഖാന പോലെയുള്ള സ്ഥാപനങ്ങൾക്ക് പിരിവ് നടത്തുന്നുണ്ട്. കാരണം അത് അനാഥാഗത കുട്ടികളുടെ, അഗതി കുട്ടികളുടെ സ്ഥാപനങ്ങളാണ്. അതിൽ നിങ്ങളിൽ നിന്നെങ്കിലും കിട്ടിയിട്ട് വേണം അത് നടത്താൻ. അത് സി എം വലിയുല്ലാഹിയുടെ ഒരു പണവും അതിന് എടുക്കുന്നില്ല. സി എം വലിയ ആസ്ഥാനത്ത് വരുന്ന പണം എടുക്കുന്നില്ല. അപ്പം അത് പൊതുജനങ്ങളിൽ നിന്ന് സംഭാവന സ്വീകരിക്കുന്നു. അതല്ലാതെ സി എം മക്കാമിന് എന്ന് പറഞ്ഞുകൊണ്ട് എവിടെയും ഒരു പിരിവിനും ആരെയും അധികാരപ്പെടുത്തിയില്ല. അത് വിദേശത്തുമില്ല, സ്വദേശത്തുമില്ല. അത് ഞങ്ങളുടെ ഭരണഘടനയിലോ ഞങ്ങളുടെ ഏതെങ്കിലും പ്രവർത്തനത്തിൻ്റെ ഭാഗമോ അല്ല മക്കാമിൻ്റെ പേരിൽ ഒരു പിരിവ്. പക്ഷേ ഈ സി എം വലിയുല്ലാഹിയുടെ പേര് പറഞ്ഞുകൊണ്ട് അവിടുത്തെ മക്കാമിലേക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് വ്യാപകമായ പിരിവുകൾ നടത്തുന്നു. അപ്പോൾ അബ്ദുറഹ്മാൻ മാഷ് പറഞ്ഞ കാര്യത ദക്ഷിണ കേരളത്തിൽ അങ്ങനെ പിരിവ് നടക്കുന്നു. അത്തരം പിരിവിനുമായ ഒരു ബന്ധവും ഞങ്ങൾക്കില്ല. നിങ്ങൾക്ക് വേണോ അക്കൗണ്ട് നമ്പർ ഈ പരിപാടി ഓൺലൈനായിട്ട് നിങ്ങൾ ലൈവായിട്ട് കാണുന്നതിൽ കാണിച്ചിട്ടുണ്ട്. 2 നമ്പറുകൾ, ഒന്ന് ബാങ്ക് അക്കൗണ്ട് നമ്പർ കാണിച്ചിട്ടുണ്ട്, ഒന്ന് അതിൻ്റെ ഗൂഗിൾ പേ നമ്പർ കാണിച്ചിട്ടുണ്ട്. അത് 2ലും നിങ്ങൾ അയച്ചാൽ അത് മക്കാമിലേക്ക് എത്തും. അതല്ലാതെ നിങ്ങൾ കൊടുക്കുന്നതൊക്കെ മറ്റ് രീതിയിൽ നിങ്ങൾ കൊടുക്കുന്നതുകൊണ്ട് വിരോധമല്ല. പക്ഷേ അത് സി എം വലിയുല്ലാഹിയുടെ മക്കാമ് നടത്തുന്ന അവിടുത്തെ ആസ്ഥാനത്തേക്ക് എത്തുകയില്ല എന്ന് മാത്രമേ അത് സംബന്ധിച്ച് പറയാനുള്ളൂ. ഇവിടെ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത പലരുമുണ്ട്. കഴിഞ്ഞ നമ്മുടെ ഉറൂസിന് കാര്യമായി ഇതുപോലത്തെ ദിക്ർ ഹൽക്ക പരിപാടികളൊക്കെ കഴിഞ്ഞ 2 വർഷം മുമ്പാണ് നടന്നത്. അന്ന് ഇതേപോലെ പേരെടുത്ത് നമ്മൾ പലർക്കും ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ബഹുമാനപ്പെട്ട ഉസ്താദുമാരൊക്കെ ഇവിടെ ഉണ്ട്. അവരുടെ മുന്നിലേക്ക് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കൂടി, നമ്മുടെ വളരെ പ്രധാനപ്പെട്ട 2 സംഭവങ്ങളാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ പ്രസിഡൻ്റായിരുന്ന മക്കാം കമ്മിറ്റിയുടെ പ്രസിഡൻ്റായിരുന്ന സി എം വലിയുല്ലാഹിയുടെ ജ്യേഷ്ഠ സഹോദരൻ്റെ മകൻ സി എം കുഞ്ഞിമാഹി മുസ്ലിയാർ നമ്മുടെ ഖാദിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അന്ത്യമുണ്ടായത് ഈ അടുത്ത കാലത്താണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് സി എം വലിയുല്ലാഹി എന്താണോ പറയുന്നത് ജീവിതത്തിൽ പകർത്തുക എന്നുള്ളതായിരുന്നു. അവരുടെയൊക്കെ ഒരു കറാമത്ത് അതാണ്. ആ സി എം വലിയുല്ലാഹിയുടെ മക്കാമിൻ്റെ പ്രസിഡൻ്റായിരിക്കാൻ ഭാഗ്യമുണ്ടായി എന്ന് പറയുന്നത് ഇതിൻ്റെയൊക്കെ ഭാഗമാണ്. അപ്പം അവർ മൺമറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല
അവർക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട KP മാമു ഹാജി അവർ ശംസുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം മടവൂരിൽ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ, കുടുംബത്തിൽ വിഷയങ്ങളുണ്ടെങ്കിൽ മാമു ഹാജിയോട് സംസാരിച്ചാൽ മതി എന്ന് ജീവിതകാലത്ത് പറയുന്ന ആളാണ്. ആ ശംസുൽ ഉലമ വന്നിട്ടാണ് 31 വർഷക്കാലം ബഹുമാനപ്പെട്ടവർ മാമു ഹാജി സെക്രട്ടറി ആവട്ടെ എന്ന് പറഞ്ഞിട്ട് 31 വർഷം അദ്ദേഹത്തിൻ്റെ അന്ത്യം വരെ മക്കാമിൻ്റെ സെക്രട്ടറി ആയിരുന്നു. ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ അദ്ദേഹം ചെയ്തു. അള്ളാഹു അത് സ്വീകരിക്കുമാറാവട്ടെ. മാമു ഹാജിയെ പറ്റി ശംസുൽ ഉലമ പറഞ്ഞൊരു വാക്കുണ്ട്, മാമു ഹാജി നിങ്ങൾ 2 ഭാഗവും ഭയപ്പെടണ്ട. ഞാനതിപ്പം അത് ഒരു വേദിയിൽ വെച്ച് പറയാം, ഞാനത് പെരുപ്പിച്ച് പറയാം. അപ്പം അത് 2 ഭാഗവും നിങ്ങൾ ഭയപ്പെടണ്ട എന്ന് പറഞ്ഞിട്ടുള്ളത് ആ ഒരു രീതിയിലായിട്ട് അങ്ങനെ മഹബത്ത് ഉള്ളിലുണ്ടായിരുന്നതാണ്. അപ്പോൾ ആ മാമു ഹാജിയും നമ്മളിൽ നിന്ന് ഇടക്കാലത്ത് ഇവിടെ പറഞ്ഞു, 2 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതേപോലെ നമ്മുടെ മാലിന്യ ജമാഅത്തിൻ്റെ ട്രഷററായിരുന്ന എസ് അബൂബക്കർ സാഹിബ് ഒരുപാട് പുരോഗമനപരമായ ചിന്താഗതിയുള്ള ഒരു മഹല്ല് ജമാഅത്ത് എങ്ങനെ പോകണമെന്നും ഒരുപാട് ആദർശങ്ങളുള്ള ഒരു മഹത്തായ വ്യക്തിത്വമായിരുന്നു എസ് അബൂബക്കർ സാഹിബ്. നമ്മുടെ ഒരു സുഹൃത്ത് എന്നുള്ളതിൽ അദ്ദേഹത്തിൻ്റെ അന്ത്യവും ഉണ്ടായത് അടുത്ത കാലത്താണ്. അദ്ദേഹത്തിന് അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. അതുപോലെ ഒരുപാട് ആളുകൾ കമ്മിറ്റിയിൽപ്പെട്ട ബഹുമാനപ്പെട്ട VC തറൂയി ഹാജി, ഞങ്ങളെയൊക്കെ കാരണവർ, ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹിയുടെ ഖബർ അടക്കം അത് വെട്ടുകയും അവരെ താഴ്ത്താൻ മുന്നിൽ നിൽക്കുകയും, ഈ കാടച്ചാല മുഹമ്മദ് ഹാജി അടുത്ത കാലത്ത് മരിച്ചുപോയ ആളാണ്. അദ്ദേഹം ഒരു പക്ഷേ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പുറത്തുള്ള ജൽപ്പനങ്ങൾക്ക് അദ്ദേഹം മറുപടി പറയുമായിരുന്നു. കാരണം CM വലിയുല്ലാഹിയുടെ ഖബറിലേക്ക് താത്തുന്നതിൽ ഒരു പങ്ക് വഹിച്ച ആളാണ് അദ്ദേഹമാണ് ഇവിടെയുള്ള ഒരുപാട് ആളുകളുടെ ഖബർ കുഴിച്ചിട്ടുള്ളതും അവിടെ ദഫനുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതും അദ്ദേഹമായിരുന്നു. അദ്ദേഹത്തെപ്പോലെയുള്ള ആളുകൾ മരിച്ചുപോയി. ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹിയുടെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എപ്പോഴോ, എനിക്ക് ആകെ കരച്ചിൽ വന്നിട്ടുള്ളൊരു സംഭവം അതാണ്. CM വലിയുല്ലാഹിയുടെ ആ ഖബറിലേക്ക് താഴ്ത്തുമുണ്ടാകും, നമ്മൾ ആരാണെങ്കിലും പൊട്ടിപ്പോവും. ആയിരക്കണക്കായ ജനാവലിയുടെ സാന്നിധ്യത്തിൽ അങ്ങോട്ട് താഴ്ത്തുക. ഇതൊന്നും നമ്മളാരും കാടച്ചാല മുഹമ്മദ് ഖായി ഞാനാണോ CM വലിയുല്ലാഹിയുടെ ഖബർ ഇത് ജനാസ ഖബറിലേക്ക് ഇറക്കിയെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. കാരണം അതൊക്കെ അതിനെ കൂലി കൊടുക്കേണ്ടവർ അള്ളാഹുവാണ്, അത് അവിടെ നിന്ന് കിട്ടും. അതിങ്ങനെ പെരുമ്പറ അടിച്ച് നടക്കേണ്ട ഒരു സംഭവമല്ല. അതൊക്കെ നിങ്ങൾ അത്തരത്തിലുള്ള എളിയ പ്രവർത്തകരെ കണ്ടിട്ട് വേണം നിങ്ങൾ സുന്നത്ത് ജമാഅത്തിൻ്റെ നേതാക്കളാണെന്ന് പറയുന്നവരും ചമയുന്നവരും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കേണ്ടത് എന്ന് എനിക്ക് പറയാനുള്ളൂ. അതുപോലെ ബഹുമാനപ്പെട്ട KP മുഹമ്മദ് ഹാജി കണ്ണനവയിൽ നമ്മുടെ മടവൂർ പഞ്ചായത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു. സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ, ദീനീ രംഗത്തൊക്കെ ഒരു തലയെടുപ്പുള്ള, ഒരു ധൈര്യപൂർവ്വം മുന്നോട്ട് നിൽക്കുന്ന ഒരാളായിരുന്നു. അദ്ദേഹവും ഈ കോവിഡ് കാലത്ത് മരണപ്പെട്ടു പോയി. അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാവട്ടെ. യത്തിഹാനയുമായി ബന്ധപ്പെട്ട ഒരുപാട് റിസീവർമാർ, ബഹുമാനപ്പെട്ട തലക്കി മൊയ്തീൻ എന്ന് പറയുന്ന ആളുകൾ കണ്ണൂർ കാസർഗോഡ് ഭാഗത്ത് വലിയ പിരിവുകാരനും സ്ഥാപനത്തിൻ്റെ പ്രചാരകനുമായിരുന്നു. അദ്ദേഹം ഇടക്കാലത്ത് മരണപ്പെട്ടു. KM അബൂബക്കർ ഫൈസി എന്ന് പറയുന്ന, നിങ്ങൾക്കൊക്കെ ഒരു പക്ഷേ അറിയുന്നുണ്ടാവും, വളരെ നല്ല തടിച്ച, നല്ല സുമുഖനായ ഈമാനുള്ള ഒരു മനുഷ്യൻ. അദ്ദേഹം താടിയും തലക്കെട്ടുമായി ഇവിടെ വന്ന് എല്ലാവരോടും ആദരവോടുകൂടി പെരുമാറുന്ന ബഹുമാനപ്പെട്ട KM അബൂബക്കർ ഫൈസി. ചെറിയ പൈസ അല്ല അദ്ദേഹം കൊണ്ടുവരല്. നമ്മുടെ ഫൈസൽ ഫൈസിക്കൊക്കെ അറിയാം, ലക്ഷക്കണക്കിന് രൂപ സ്ഥാപനത്തിന് ജനങ്ങളിൽ നിന്ന് എത്തിച്ചിട്ടുള്ള മഹത്തായ വ്യക്തിത്വമായിരുന്നു. അദ്ദേഹവും ഈ കോവിഡ് കാലത്ത് കോവിഡ് ബാധിച്ച് മരിക്കുകയാണ് ഉണ്ടായത്. PT ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു സഹോദരൻ നമ്മുടെ തമിഴ്നാട് ഭാഗത്ത് നമ്മുടെ പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു റിസീവറായിരുന്നു. നല്ല നിസ്വാർത്ഥനായ CM വലിയുല്ലാഹിയെ അങ്ങേയറ്റം സ്നേഹിക്കുകയും CM വലിയുല്ലാഹിയെ ഉള്ളിൽ കൊണ്ട് നടക്കുകയും ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു PT ഇബ്രാഹിം. മെനയാന്ന് അദ്ദേഹത്തിന് 3 ആണെന്ന്. അതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടിയും പ്രത്യേകം ദുആ ചെയ്യാൻ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇതേപോലെ ഒരുപാട് ആളുകൾ ഈ കഴിഞ്ഞ 2 വർഷക്കാലത്തിൽ ഇടയിൽ കോവിഡ് ബാധിച്ചും അല്ലാതെയും നമ്മളിൽ നിന്ന് മരണപ്പെട്ടിട്ടുണ്ട്. അവർക്കൊക്കെ അള്ളാഹു സ്വർഗം നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ട മജീദ് വാക്കവി അവർക്ക് വേണ്ടി ദുആ ചെയ്യും. നമ്മുടെ റിസീവർമാരും അല്ലാത്തവരുമായ ഒരുപാട് സഹോദരങ്ങൾ, ഈ ഉറൂസ് പരിപാടി നമ്മൾ ആരംഭിച്ചത് മുതൽ നിരന്തരമായ ഫോൺ കോളാണ്. എന്താ, മംഗലാപുരം ആശുപത്രിയിലേക്ക് കാസർഗോഡ് ഭാഗത്തുനിന്ന് പോയിട്ടുള്ള കുറേ ആളുകൾ കോവിഡ് ബാധിച്ച് അവിടെ മരണശയ്യയിൽ കിടക്കുകയാണ്. അതേപോലെ ഒരുപാട് സ്ത്രീകൾ ഇതേപോലെ കോവിഡ് ബാധിച്ച് പ്രസവാനന്തരം കോവിഡ് ബാധിച്ചവരുണ്ട്. നമ്മുടെ സമൂഹത്തിലും നമ്മുടെ നാട്ടിലും കുടുംബത്തിലും ഒക്കെ ഉണ്ടവർ, ഇവരെ ഇതേപോലെ കോവിഡ് ബാധിച്ചവർ, മറ്റ് രോഗങ്ങളാൽ അവശത അനുഭവിക്കുന്ന ആളുകൾ. ഇപ്പം എന്നൊരു ചെറിയ കുട്ടി വൈകുന്നേരം വിളിച്ച ആ കുട്ടിയുടെ ഉമ്മ, അവർ കായംകുളത്താണ്, അവർ തിരുവനന്തപുരത്ത് നിന്ന് നമ്മുടെ ക്യാൻസർ സെൻറ്റർ, തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെൻറ്ററിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ കുട്ടിക്ക് 5ാമത്തെ വയസ്സിൽ ക്യാൻസർ ബാധിച്ചതാണ്. ഇപ്പം 11 വയസ്സായി. ഈ 11 വയസ്സ് വരെ ആ കുട്ടിയെ ആ ഉമ്മ സംരക്ഷിച്ചു കൊണ്ട് പോകുന്നതാണ്. ഇപ്പം മരുന്നുകൾ ഫലിക്കുന്നില്ല, ചില വേദനകളുണ്ട് എന്ന് പറഞ്ഞിട്ട് ദുആ ചെയ്യണം ഉസ്താദേ എന്ന് പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കുട്ടികൾ, ക്യാൻസർ കൊണ്ട് കഷ്ടപ്പെടുന്നവർ, മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ കൊണ്ട് മൂത്രം പോകാത്തവർ, കല്ലിൻ്റെ അസുഖമുള്ളവർ, ഇങ്ങനെയുള്ള ഒരുപാട് കഷ്ടപ്പാടുകളുടെ ഒരു പെരുമ്പറയാണ് നമുക്ക് ഫോണിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്ത് നല്ല ആരോഗ്യവാന്മാരായി മാറാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ 21 വയസ്സായ ഒരു പെൺകുട്ടിക്ക് അനുയോജ്യനായ ഭർത്താവിന് ലഭിക്കുന്ന പ്രത്യേകം ദുആ. ഒരുപാട് സഹോദരിമാർ, സഹോദരന്മാർ, വെള്ളപ്പാണ്ട് ബാധിച്ചൊരു സഹോദരൻ വളരെ ചെറിയ പ്രായത്തിലാണ് നിരന്തരമായി വിളിച്ചുകൊണ്ടിരിക്കുക, എന്താണ് പ്രത്യേകം ദുആ ചെയ്യണം ഉസ്താദേ എന്ന് പറഞ്ഞുകൊണ്ട്. എന്താണ്, അവിടെ ചെറുപ്രായത്തിൽ വെള്ളപ്പാണ്ട് ബാധിച്ചു, അനുയോജ്യരായ ഒരു ഭാര്യയെ കിട്ടണമെന്ന് പറഞ്ഞിട്ട്. വളരെ പ്രയാസമുള്ള കാര്യം നമുക്കറിയാം. അത് CM വലിയുല്ലാഹിയുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് അനുയോജ്യരായ ഒരു ഭാര്യയെ ആ സഹോദരൻ അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അതേപോലെ ഇതുപോലെ ഒരുപാട് സഹോദരന്മാരെ, അനുയോജ്യരായ ഭർത്താക്കന്മാരെ തെറ്റിക്കൊണ്ട് ജീവിക്കുന്ന കുറേ ആളുകൾ. ഇന്ന് എന്നെ ഫോണിൽ വന്നിട്ടുള്ള സഹോദരൻ പറഞ്ഞു, 7 മാസമായിട്ടുള്ള ഒരു കുട്ടി ജനിച്ചിട്ട് ഭാര്യ വീട്ടിലേക്ക് വരാൻ കൂട്ടാക്കുന്നില്ല, ഉസ്താദ് ദുആ ചെയ്യണം. വളരെ സങ്കടകരമായ ഒരു വസ്തുതയാണ്. ആ കുട്ടിയെ 1-2 പ്രാവശ്യം മാത്രമേ ആ ഭർത്താവിന് കാണാൻ സാധിച്ചിട്ടുള്ളൂ. ഭാര്യ എനിക്ക് അങ്ങോട്ട് പോകാൻ സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുക. ആ കുട്ടി, ആ സ്ത്രീയുടെ മനസ്സ് മാറണം. CM വലിയുല്ലാഹി അങ്ങനെയുള്ള ഒരുപാട് ആളുകളുടെ തലയിൽ കൈവച്ച് പറഞ്ഞിട്ടുണ്ട്. അതോടുകൂടി മനസ്സ് മാറിയ ചരിത്രം ഒരുപാടെണ്ണം നമ്മളെ മുന്നിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഉറൂസ് ദിനത്തിൽ നമുക്ക് പറയാനുള്ളത്, ആ സഹോദരൻ്റെ പ്രയാസങ്ങൾ എത്രയും പെട്ടെന്ന് അള്ളാഹു പൂർത്തീകരിച്ച് സന്തോഷത്തോടു കൂടി അവർക്ക് ഒരുമിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാവട്ടെ. ഇതുപോലെ ഒരുപാട് ആളുകൾ, വീടില്ലാത്തവർ, പല ആളുകളും കൊറോണ കാലത്ത് ഗൾഫിൽ നിന്ന് വന്നു, പിന്നീട് തിരിച്ചു പോകാനല്ല, സാമ്പത്തികമായി ഒരുപാട് പ്രയാസങ്ങൾ, ജോലിയില്ല, നഷ്ടപ്പെട്ടു, വീടുണ്ടാക്കി, വലിയ വീടുണ്ടാക്കും നമ്മളങ്ങനെയാണല്ലോ, ആ വീടുണ്ടാക്കിയിട്ട് അത് പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല. കടം കയറിയ ഒരുപാട് സഹോദര സഹോദരിമാർ, രോഗികൾ, വീടില്ലാത്തവർ, ഇതേപോലെ വിവാഹപ്രായവുമായി ബന്ധപ്പെട്ടവർ, സിഹർ ബാത്തിലാക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് ആളുകൾ, അവരൊക്കെ CM വലിയുല്ലാഹിയുടെ ആസ്ഥാനത്തേക്ക് വിളിക്കുന്നതിന് കാരണമുണ്ട്. അവിടെ ചെന്നാൽ ഹയാത്ത് കാലത്ത് സിഹറെല്ലാം ഞാൻ ബാത്തിലാക്കി എന്ന് പറയുമ്പോൾ സന്തോഷത്തോടു കൂടി വരുന്നവരാണ്. അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ. ഇവിടെ ഞാൻ നേരത്തെ മരണപ്പെട്ടതിൽ കുളങ്ങരക്കണ്ടി മഹമ്മൂദ് കായി എന്ന് പറയുന്ന നമ്മുടെ പഴയ കാലത്തെ അതിൻ്റെ മകനായിരുന്നു, മൂത്ത മകൻ. അദ്ദേഹം നമ്മളൊക്കെ കൂട്ടത്തിൽ കുറേ കാലം ജീവിച്ച ആളാണ്. അദ്ദേഹം സമീപകാലത്താണ് മരണപ്പെട്ടത്. അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാട്ടെ. വിട്ടുപോയതാണ് VC റിയാസ് ഖാൻ്റെ, നമ്മുടെ പ്രിയപ്പെട്ട സ്വാഗത സംഘം ജനറൽ കൺവീനറുടെ മാതാവ് മൈമൂന എന്നവർ. ഇവരൊക്കെ സമീപകാലത്ത് നമ്മളിൽ നിന്ന് വിട്ടു പറഞ്ഞവരാണ്. അവർക്കൊക്കെ അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടെ മറ്റ് ചില ബാംഗ്ലൂരിൽ ബിസിനസ്സുകാരനായ അയൽ പ്രദേശത്തുള്ളൊരു സഹോദരൻ്റെ ഭാര്യ കോവിഡ് ബാധിച്ച് ആശുപത്രിയിലാണ്. അവിടെ രോഗശമനത്തിന്, ബിസിനസ് രംഗത്തെ പ്രയാസങ്ങൾ നീക്കിക്കിട്ടുന്നതിനും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. അതേപോലെ നേരത്തെ ഞാൻ പറഞ്ഞ ഇബ്രാഹിം എന്ന് പറയുന്ന ഇബ്രാഹിം മുസ്ലിയാരുടെ 3 പ്രത്യേകം ദുആ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ വ്യക്തമായി ഓരോന്നും എടുത്തു പറയാൻ പ്രയാസപ്പെടുന്നതുകൊണ്ടാണ് നീണ്ടുപോയതിൽ ക്ഷമിക്കണം. ചില ആനുകാലിക സംഭവങ്ങൾ നിങ്ങളുടെ മുന്നിൽ വിശദീകരിക്കേണ്ടി വന്നതുകൊണ്ടാണ് അല്പം നീണ്ടത്. ഏതായാലും ഈ മഹത്തായ നമ്മുടെ ദിക്റുആ സമ്മേളനത്തിൽ നിന്ന് പങ്കെടുക്കേണ്ടിയിരുന്ന ബഹുമാനപ്പെട്ട വാവാട് ഉസ്താദ് അവർകളായിരുന്നു. നമ്മുടെ 30 വർഷക്കാലം നമ്മുടെ ഉറൂസിൻ്റെ നേതൃത്വം, ഉറൂസിൻ്റെ ദിക്റുആ സമ്മേളനത്തിൻ്റെ നേതൃത്വം ഞങ്ങളൊക്കെ ആശീർവദിച്ച് വിട്ടത് ബഹുമാനപ്പെട്ട വാവാട് ഉസ്താദാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊക്കെ ഈ രംഗത്തുണ്ടാവണമെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ആത്മീയമായ ചൈതന്യവും നേതൃത്വവും നൽകിയ ആളാണ് ബഹുമാനപ്പെട്ട നമ്മുടെ യതീംഖാനയുടെ പ്രസിഡൻറ്റും സമസ്ത കേന്ദ്ര മുശാവറാംഗവുമായ വാവാട് ഉസ്താദ്. ഇന്നത്തെ നമ്മുടെ പരിപാടിയിൽ എത്താൻ സാധിച്ചിട്ടില്ല. വലിയ പ്രയാസമുണ്ട്, ഞങ്ങൾക്കൊക്കെ മാനസികമായ പ്രയാസമുണ്ട്. ബഹുമാനപ്പെട്ടവർ ആരോഗ്യപരമായി നല്ല ഒരവസ്ഥയിലല്ല. പ്രത്യേകം ദുആ ചെയ്യണം എന്ന് ബഹുമാനപ്പെട്ട മജീദ് ബാക്കവിയോടും PP അബ്ദുൽ ജലീൽ ബാക്കവിയോടും അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ ഇന്നത്തെ നമ്മുടെ പരിപാടിയിൽ അതിന് പകരമായി നമുക്ക് നേതൃത്വം നൽകുന്നത് മാലിക്കുദ്ദീനാർ മക്കാമിലെ ഇമാമും ബഹുമാനപ്പെട്ട പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാരാണ് അവിടെ നേതൃത്വം നൽകുന്നത്. അവരുടെ നായിബായിക്കൊണ്ട്, അവർക്കറിയാം സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ സെക്രട്ടറി എന്ന നിലയിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ളത് കൊണ്ട് ബഹുമാനപ്പെട്ട നമ്മുടെ നാട്ടുകാരനായ മജീദ് ബാക്കവിയാണ് അവിടെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹം ഇന്ന് സന്തോഷകരമെന്ന് പറയട്ടെ നമ്മുടെ ഈ വേദിയിൽ ദുആ ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹിയെ സംബന്ധിച്ചിടത്തോളം ഉത്തരഭാഗത്ത് പോകുമ്പോൾ എപ്പോഴും പറയുന്നത് മാലിക്കുദ്ദീനാർ റളിയല്ലാഹു തആല അൻഹു അവർകളെ സംബന്ധിച്ചാണ്. അവരെപ്പോഴും പോവുകയും അവിടെ സിയാറത്ത് ചെയ്യുകയും അവിടെ കേന്ദ്രമാക്കി നിൽക്കുകയും മംഗലാപുരം ഭാഗത്തൊക്കെ പോകുമ്പോഴും മാലിക്കുദ്ദീനാറിൽ വന്ന് സിയാറത്ത് ചെയ്യുകയും ചെയ്ത ആളാണ്. അവിടുത്തെ ഒരു നേതൃത്വം നൽകുന്ന ആൾ എന്ന നിലക്ക് വളരെ സന്തോഷമുണ്ട്.
ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട മജീദ് ബാക്കവി എന്ന് കിട്ടിയതിൽ അദ്ദേഹം ഇന്ന് ദുആഇന് നേതൃത്വം നൽകും. അദ്ദേഹത്തെ സന്തോഷപൂർവ്വം CM വലിയുല്ലാഹിയുടെ ഈ ചാരത്തേക്ക് സന്തോഷപൂർവ്വം ഞാൻ കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട ഇമാം അബ്ദുൽ ജലീൽ ബാക്കവി, നമുക്കറിയാം, പാറന്നൂർ PP ഇബ്രാഹിം മുസ്ലിയാരുടെ പ്രിയപ്പെട്ട മകനും ഞങ്ങളുടെ ഇമാമുമാണ്. ഞങ്ങളുടെ ഈ മക്കാമിൻ്റെ എല്ലാ നേതൃത്വങ്ങളും നൽകുകയും നമുക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ടവരെ സന്തോഷപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മാലി ജമാഅത്തിൻ്റെ പ്രസിഡന്റ് മൂത്താട്ട് അബ്ദുറഹിമാൻ മാഷ്, ജനറൽ സെക്രട്ടറി KM മുഹമ്മദ് മാഷ്, AP നാസർ മാഷ്, ഫൈസൽ ഫൈസി, അതുപോലെ നമ്മുടെ മക്കാമിലെ ഉസ്താദ് CK മുഹമ്മദ് മുസ്ലിയാർ, അതേപോലെ നമ്മുടെ മറ്റ് ഉസ്താദുമാർ, ബന്ധപ്പെട്ട സാക്കിർ ഹുസൈൻ ദാരിമി അടക്കമുള്ള P അബ്ദുൽ ഖാദർ മുസ്ലിയാർ, നമ്മുടെ ഷഫീഖ് മുസ്ലിയാർ, ബഹുമാനപ്പെട്ട CM കുഞ്ഞിമാഹി മുസ്ലിയാരുടെ മകനും നമ്മുടെ നായിബ് ഇമാമുമായ V അബ്ദുൽ ഖനി ഫൈസി, ബുജൈർ ദാരിമി തുടങ്ങി ഈ വേദിയിലും സദസ്സിലുമുള്ള പ്രഗത്ഭരായ എല്ലാ ആളുകളെയും സന്തോഷപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കൂടിച്ചേരലും ബഹുമാനപ്പെട്ടവരെ സംബന്ധിച്ചുള്ള ഈ വിശദീകരണങ്ങളും ഈ സ്ഥാപനത്തെ സംബന്ധിച്ച് ജനങ്ങൾക്ക് അറിയിക്കേണ്ട കാര്യങ്ങൾ അറിയിച്ചതുമൊക്കെ ഒരു സാലിഹായ അമലായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. സത്യം ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മളിതുകൊണ്ട് ഉദ്ദേശിച്ചത്. അല്ലാതെ ആരെയും ഇകഴ്ത്താനോ ആരെങ്കിലും പുകഴ്ത്താനോ അല്ല. ആ സത്യം ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്നുള്ളൊരു ചെറിയ കർത്തവ്യം മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതിൽ വന്നു പോയിട്ടുള്ള വാക്കിലോ പ്രവൃത്തിയിലോ നമ്മുടെ ആക്ഷനിലോ എന്തെങ്കിലും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ വാക്കുകൾ മുൻകടന്നിട്ടോ ആയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവെ, ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹിയുടെ ചാരത്ത് ഞങ്ങൾ ദുആ ചെയ്യുന്നു, നീ പുറത്തു തരണമേ അള്ളാഹുവെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ യോഗത്തിൽ അധ്യക്ഷം വഹിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട മാലി ജമാഅത്തിൻ്റെ പ്രസിഡന്റ് മൂത്താട്ട് അബ്ദുറഹിമാൻ മാഷ് ക്ഷണിക്കുന്നു.